പ്രൈസ് ദ ലോർഡ്. അരോമ ടി വിയുടെ മാന്യ പ്രേക്ഷകർക്ക് വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. വീണ്ടും ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടി നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് പ്രേക്ഷകരോടൊപ്പം ജീവിതത്തിലെ അത്ഭുതകരമായ വിടുതലിൻ്റെ അനുഭവങ്ങളും സാക്ഷ്യവുമായി അതിസ്നേഹത്തിലേക്ക് മടങ്ങി വരുന്നതിനെക്കുറിച്ചുള്ളതായ ഒരു ചിന്തയുമായിട്ട് നമ്മോടൊപ്പം ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പങ്കുവയ്ക്കുന്നതിന് കർത്താവിൻ്റെ ദാസി ജെസ്സി പൗലോസ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ സാക്ഷ്യം കേൾവിക്കാരുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുവാൻ, നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വിടുതലിന് കാരണമായി തീരുവാൻ, കർത്താവിനോട് കൂടുതൽ അടുത്തിരിക്കുവാൻ, ദൈവിക ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ മുഖാന്തരമായി തീരും. ആകയാൽ നമ്മളൊരു ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ നമുക്ക് കാണാൻ കേൾക്കാം. കർത്താവിൻ്റെ ദാസി ജെസ്സി പൗലോസിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തോളൂ. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. മാമെ, അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? കുടുംബാംഗങ്ങൾ ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ? ഞാനിപ്പോൾ ജോയിൻ ചെയ്യുന്ന ന്യൂയോർക്കിൽ നിന്ന്. എൻ്റെ പേര് ജെസ്സി. എൻ്റെ ഹസ്ബൻഡ്, എനിക്ക് 2 പെൺമക്കള്, മൂത്ത മകൾ വിവാഹിതയാണ്. ഓക്കെ പരിചയപ്പെടുത്തിൽ വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? തുടർമാനമായിട്ട് സംസാരിക്കാനുള്ള അവസരമാണ്. മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, ബാല്യകാലം, വിദ്യാഭ്യാസ സമയത്തെക്കുറിച്ചുള്ള നല്ല അനുഭവങ്ങൾ, ഓർമ്മക്കുറിപ്പുകൾ, അതുപോലെ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാനിടയായി തീർന്ന സാഹചര്യം തുടങ്ങി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം തുടർന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി സംസാരിക്കാം. പ്രൈസ് ദ ലോർഡ്. എനിക്കിങ്ങനെ ഒരു അവസരം ഈ അരോമ ടിവിയിൽ ഒരുക്കിയ പാസ്റ്റർ ഡാനിയൽ ജോണിനോടും എൻ്റെ പ്രേക്ഷകരോടും ഇതിനൊരവസരം ഒരുക്കി തന്ന എൻ്റെ കസിൻ എമ്മോ മാത്യു, മേഴ്സി ആൻറ്റി, അവരോടും ദൈവനാമത്തിൽ നന്ദി അർപ്പിക്കുന്നു. ഈ അവസരം വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ഞാൻ എൻ്റെ ചെറുപ്രായം മുതൽ പറയുകയാണെങ്കിൽ ഞാനൊരു പെന്തക്കോസ്ത് ഭവനത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട മകളാണ്. എൻ്റെ മാതാപിതാക്കന്മാർക്ക് 3 ആൺമക്കളും ഞാൻ ഒരു മകളുമാണ്. എന്നാൽ അങ്ങനെയല്ല, അവർക്ക് 6 മക്കളായിരുന്നു. ഞാൻ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ അമ്മയുടെ ആദ്യത്തെ ഡെലിവറി ഒരു പെൺകുഞ്ഞായിരുന്നു. ജനനത്തിക തന്നെ ആ കുഞ്ഞ് മരിച്ചുപോയി. അതിനുശേഷമായിട്ട് എൻ്റെ അമ്മയ്ക്ക് 3 ആൺമക്കളുണ്ടായി. 5ാമതായി പിന്നെയും എൻ്റെ അമ്മയ്ക്ക് ഒരു മകളുണ്ടായി. അവൾ, എൻ്റെ സഹോദരന്മാർക്കൊക്കെ ആ മകളെ അറിയാം. അവൾക്ക് 5ഓ 6ഓ വയസ്സുള്ളപ്പോൾ ആ മകളും മരിച്ചു. അതിനുശേഷമായി അനേക നാളുകൾക്ക് ശേഷമാണ് ഞാൻ ജനിക്കുന്നത്. അപ്പോൾ ഞാനും എൻ്റെ തൊട്ട് മൂത്ത സഹോദരനുമായി ഞങ്ങൾ 10 വയസ്സിന് വ്യത്യാസമുണ്ട്. ഏറ്റവും മൂത്ത ബ്രദറും ഞങ്ങളും തമ്മിൽ 18 വയസ്സോളം വ്യത്യാസമുണ്ട്. അപ്പോൾ അത്രയും ഒരു വലിയ ഏജ് ഡിഫറൻസ് ഞങ്ങളുടെ ഫാമിലി, ഞാനും എൻ്റെ സഹോദരങ്ങളും തമ്മിലുണ്ട്. അങ്ങനെ ഞാൻ 3 സഹോദരന്മാർക്ക് ഏക സിസ്റ്ററും മാതാപിതാക്കന്മാർക്ക് ഏക മകളുമാണ്. ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ മാതാവും പിതാവും പെന്തക്കോസ്ത് വിശ്വാസത്തിലായിരുന്നത് കൊണ്ട് പെന്തക്കോസ്ത് വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ വളർന്നു വന്നത്. എന്നാൽ എൻ്റെ മാതാവിൻ്റെ അതായത് മാതാവും പിതാവും യാക്കോബായ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പെന്തക്കോസിൻ്റെ അനുഭവത്തിലേക്ക് വന്നതാണ്. അത് എൻ്റെ അമ്മയുടെ ചെറുപ്രായത്തിലാണ്. അതുകൊണ്ട് അവർക്ക് വലിയ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ലായിരുന്നു എന്നാണ് എൻ്റെ അറിവ്. പിതാവിനെ സംബന്ധിച്ചിടത്തോളം പിതാവ് ബ്രദറൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വന്നത്. അങ്ങനെ ഞാൻ ജനിച്ച സ്ഥലം എന്ന് പറയുന്നത് അധികം ആരും കേട്ടിട്ടില്ലാത്തൊരു സ്ഥലമാണ്. നാടുകാണി എന്ന് പറയും. കാരണം കൊന്നപ്പാറയായിരുന്നു എൻ്റെ അമ്മയുടെ വീട്. എൻ്റെ പിതാവ് ചെങ്ങറത്തോട്ടത്തിൽ ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു. മാതാവ് ഹൗസ് വൈഫായിരുന്നു. അപ്പം അച്ചായൻ്റെ ജോലി അന്നേ കാലത്ത് ഇന്നത്തെ പോലുള്ള ബസ് സൗകര്യമോ വാഹന സൗകര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് മുണ്ടുകോട്ടയ്ക്ക് നിന്ന് ചെങ്ങറ പോയി ജോലി ചെയ്ത് മടങ്ങി വരുന്നത് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അങ്ങനെ ആണ് ആ സ്ഥലത്ത് വസ്തു വാങ്ങിച്ച് മാതാവും പിതാവും അവിടെ സെറ്റിലായത്. അങ്ങനെ ഞാൻ അവിടെ ജനിച്ചെങ്കിലും ഏകദേശം 6 വയസ്സായപ്പോഴേക്കും മടങ്ങി എൻ്റെ പിതാവിൻ്റെ നാടായ പത്തനംതിട്ട മൈലപ്രായിലേക്ക് ഞങ്ങൾ മാറി വന്ന് താമസിച്ചു. അപ്പോഴേക്കും എൻ്റെ സഹോദരങ്ങളെല്ലാം പഠിച്ച് വലുതായി. എൻ്റെ മൂത്ത സഹോദരനെ US വന്നു. 2ാമത്തെ സഹോദരനെ പഠിത്തവും ജോലി സംബന്ധമായി ഗുജറാത്തിലേക്ക് പോയി. 3ാമത്തെ സഹോദരനും പഠിത്തത്തിന് വേണ്ടി ബൽഗാം എന്ന് പറഞ്ഞ കർണാടകയിലേക്കും പോയി. അപ്പം ഞാൻ മാത്രമായി വീട്ടിൽ. എന്നാൽ ഈ മൂവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഒരു സംഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ യഹോവയ്ക്കുള്ളതാണ്. കാര്യം അങ്ങനെ പല മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി.
ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയ്ക്ക് ഇതിനു മുമ്പ് 2 പെൺമക്കളുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വസ്തുവൊക്കെ വിറ്റ് മാറി പോരുന്ന സമയത്ത് ഞങ്ങളുടെ വസ്തുവിൻ്റെ നടുക്കൂടെ ഒരു തോടുണ്ട്. അപ്പോൾ അതിന് അപ്പുറം ഇപ്പുറം പോകാൻ ഒരു മരം വെട്ടിയിട്ടിരുന്നു. അപ്പോൾ അക്കരെ കരയില് പാറയുണ്ട്. അതിന് മോളിൽ പഴയ കാലത്ത് ഈ കപ്പയൊക്കെ ഉണങ്ങാനിടും. അപ്പോൾ എൻ്റെ മാതാവ് ഈ കപ്പ വറക്കാനായിട്ട് പോയപ്പോൾ എന്നെ തന്നെ വീട്ടിൽ ഇരുത്തില്ല. എന്നെയും വിളിച്ചോണ്ട് പോയി കൂടെ ചെല്ലാന്. അപ്പം ഞാൻ കൊച്ചു കുട്ടിയാണ്. 4 5 വയസ്സേ ഉള്ളൂ. അപ്പം ഞാൻ ഇങ്ങനെ അമ്മയുടെ പുറകെ പോയി എന്തോ കയ്യിലെടുത്ത് വെച്ച് കളിച്ചുകൊണ്ടൊക്കെ ഈ അമ്മ കയറിപ്പോകുന്ന കണ്ടതുകൊണ്ട് വലിയ മിടുക്കിയായിട്ട് ഞാൻ ഈ തടിയെ കൂടെ കയറി ഈ തോടിന് അപ്പുറത്ത് പോകാനായിട്ട് കയറിയത് ഞാൻ ഓർക്കുന്നുണ്ട്. ആ ഒരു ചെറിയ ഓർമ്മയേ ഉള്ളൂ. പിന്നെ ഞാൻ കാണുന്നത് അമ്മ അലറിക്കരഞ്ഞ് ദൈവമേ എൻ്റെ കുഞ്ഞിനെ എടുക്കല്ലേ എന്ന് കരയുന്ന എൻ്റെ അമ്മയുടെ മുഖം കണ്ടാണ്. അപ്പോഴേക്കും ചുറ്റുപാട് ഒത്തിരി ആൾക്കാർ കൂടി. എന്ത് സംഭവിച്ചെന്നൊന്നും എനിക്ക് അന്ന് അറിയത്തില്ലായിരുന്നു. പിന്നീട് മനസ്സിലായി എൻ്റെ കാല് തെന്നി ആ തോട് വേനൽക്കാലത്ത് വരണ്ട് കിടക്കുന്നതായ ഒരു തോടാണ്. മുഴുവനും പാറക്കല്ലുകൾ കിടക്കുന്നിടമാണ്. അതിനകത്തേക്കാണ് ഞാൻ പോയി വീഴുന്നത്. അതിൻ്റെ ഒരു സ്കാർ ഇപ്പോഴും എൻ്റെ നെറ്റിയിലുണ്ട്. നെറ്റി ചെറുതായിട്ടൊന്ന് പൊട്ടി. അത്രയേ ഉള്ളൂ. എന്നാൽ ദൈവം ഒരു ദോഷവും വരുത്തിയില്ല. അങ്ങനെ ആദ്യത്തെ സംഭവം മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ യഹോവ തന്നു. അങ്ങനെ ഞങ്ങൾ മൈലപ്രായിലേക്ക് താമസമായി. അവിടെ ആയിരിക്കുന്ന സമയത്ത് എനിക്കൊരു ചെറിയ പനിയോ പ്രയാസമോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് വീസിങ് ഉണ്ടാകും. അതായത് വലിവുണ്ടായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൻ്റെ പിതാവ് എന്നെയും കൊണ്ട് എനിക്ക് തോന്നുന്നു മാസത്തിൽ ഒരു 2 പ്രാവശ്യം പത്തനംതിട്ടയിലെ ആശുപത്രിയിൽ കൊണ്ടുപോകും. മെഡിസിൻ തരും. അതുകൊണ്ട് അധികം വെയിലത്തോ മഴയത്തോ എന്നെ കളിക്കാനോ ചാടാനോ അങ്ങനെ ഒന്നും വിടത്തില്ല. വീട്ടിൽ അമ്മയുടെ അടുത്ത് അമ്മയോടൊപ്പം വീട്ടിലായിരിക്കുക. കാര്യം സഹോദരങ്ങളെല്ലാം വെളിയിൽ പോയി. ഞാനും അമ്മയേ ഉള്ളൂ, അച്ചാനുമേ ഉള്ളൂ. ഫാദർ ആ സമയത്തും ജോലി ചെയ്യുന്നുണ്ട്. അന്ന് മൈലപ്രായിൽ നിന്ന് അപ്പോഴത്തേക്കൊക്കെ ബസ് സൗകര്യമുണ്ട്. ചങ്ങറ പോയി വരും. അപ്പം ഞാൻ സ്കൂളിൽ പോകും, ഭവനത്തിൽ വരും. അപ്പോൾ എൻ്റെ അമ്മ ഒരു പ്രാർത്ഥിക്കുന്ന അമ്മയാണ്. അമ്മയെ വലിയ പഠിത്തമൊന്നുമില്ലെങ്കിൽ അമ്മയ്ക്ക് നല്ല വചനം നല്ലോണം അറിയാം, ബൈബിള് നല്ലോണം അറിയാം. അപ്പോൾ ഞാൻ ഓരോ കുസൃതി ചെയ്യാതിരിക്കുക അമ്മ എന്നോട് ഓരോ ചോദ്യങ്ങൾ ബൈബിളിൽ നിന്ന് ചോദിക്കും. ഇപ്പം ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്ന് വെച്ചാൽ പഴയ നിയമത്തിലെ പ്രവചന പുസ്തകത്തിൽ നിന്നൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്കുക, ഇസ്രായേൽ പുത്രിയെ ആർപ്പിടുക, ഇതാ നിന്റെ രാജാവ് എൻ്റെ അടുക്കൽ വരുന്നു. എന്നോട് അമ്മ പറയും ഇത് ഏത് പുസ്തകമാണ്, ഏത് അധ്യായമാണ്, ഏത് വാക്യമാണ്, പോയി കണ്ടുപിടിച്ചോണ്ട് വരാൻ പറയും. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ പോയിരുന്ന് ഇച്ചിരി കഴിഞ്ഞിട്ട് വന്ന് അമ്മയോട് ചോദിക്കും, അമ്മേ ഒന്ന് പറഞ്ഞതാ അമ്മേ ഏത് പുസ്തകമാണ് ഞാൻ നോക്കാം. അപ്പം അമ്മ എന്നെ അങ്ങനെ ഒരു ശീലം തന്നതുകൊണ്ട് എനിക്ക് ബൈബിള് വായിക്കാൻ വലിയ ഒരു ഉത്തേജനമായി. അത് തന്നെയല്ല എൻ്റെ ഫാദറിനെ സംബന്ധിച്ചിടത്തോളം ആൺമക്കളെന്നോ മോളെന്നോ ഉള്ള വ്യത്യാസമില്ല. ശിക്ഷിക്കുന്നതിന് ഒരു വ്യത്യാസമില്ല. ശിക്ഷ എല്ലാവർക്കും ഒരുപോലെയായിരുന്നു. അപ്പം വൈകിട്ട് ബൈബിള് വായിക്കണം, പാട്ട് പാടണം, പ്രാർത്ഥിക്കണം. എന്നിട്ടാണ് അത്താഴം കഴിക്കുന്നത്. അതുപോലെ രാവിലെ എൻ്റെ അച്ഛൻ അതിരാവിലെ എഴുന്നേൽക്കും. എഴുന്നേറ്റ് ഒരു 3 വലിയ ഹല്ലേലൂയ പറയും. അപ്പോൾ എത്ര ഉറക്കത്തിലാണേലും ഞാൻ എഴുന്നേൽക്കും. എഴുന്നേറ്റ് ബൈബിള് വായിച്ച് പാട്ട് പാടി പ്രാർത്ഥിച്ച് പിന്നെയും ഞാൻ പോയി കയറി കിടക്കും. അങ്ങനെയുള്ള ഒരു ഇതിലാണ് ഞാൻ വളർന്നു വരുന്നത്. അപ്പം എൻ്റെ പ്രയാസം എപ്പോഴും ഈ വലിവാണ്. ആ സമയത്ത് സൺഡേ സ്കൂളിന് പോകുന്നുണ്ട്, യൂത്ത് മീറ്റിംഗ്. അപ്പം ഞാൻ തന്നെ ഉള്ളു വീട്ടിൽ. എൻ്റെ മാതാവിൻ്റെ ഇങ്ങനെയുള്ളതായ ചോദ്യങ്ങൾ എൻ്റെ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ 1-ാം സങ്കീർത്തനം 23-ാം സങ്കീർത്തനം 121 ഒക്കെ പഠിക്കുമ്പം അമ്മ എന്നെയും കൊണ്ട് 34-ാം സങ്കീർത്തനവും 84-ാം സങ്കീർത്തനവും 42-ാം സങ്കീർത്തനവും ഒക്കെയാണ് പഠിപ്പിക്കുന്നത്. അപ്പം ഞാൻ ആ പ്രായത്തിൽ ചർച്ചിൽ നമ്മുടെ PYPM മീറ്റിങ്ങിനൊക്കെ മനപ്പാഠം സങ്കീർത്തനങ്ങൾ പറയും, വാക്യ മത്സരത്തിന് പോവും, ബൈബിൾ ക്വിസിന് പോകും. അപ്പം ബൈബിൾ ക്വിസിന് പോയി വിൻ ചെയ്തില്ലേ അമ്മ ചോദിക്കും അതെന്താ നിനക്ക് കിട്ടാഞ്ഞേ, ഞാൻ നിന്നെ പഠിപ്പിച്ചതല്ലയോ എന്ന്. അപ്പം അമ്മ എന്നോട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കും ബൈബിളിൽ നിന്ന്. ദേവാലയം വിട്ടുപോകാതെ 84 വർഷം ആലയത്തിൽ താമസിച്ചിരുന്ന സഹോദരി ആര്? അപ്പോൾ ഞാൻ അറിയത്തില്ല എന്ന് പറയും. അമ്മ പറഞ്ഞു തരും, ലൂക്കോസിൻ്റെ സുവിശേഷത്തിലാണ്, പോയി നോക്ക്, ഹന്നയാണ്. കുഞ്ഞുങ്ങളില്ലാതെ പ്രാർത്ഥിച്ച് കിട്ടിയ വേറൊരു ഹന്നയുണ്ട്, ശമൂവേൽ ബാലൻ്റെ കാര്യം. എൻ്റെ അമ്മ ഇതൊക്കെ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. പക്ഷേ വീട്ടിൽ എൻ്റെ ഫാദർ പ്രാർത്ഥിക്കും, പാട്ടുപാടും, ബൈബിള് വായിക്കും. ബൈബിള് തെറ്റിച്ചാൽ ഉടനെ പറയും എന്തുവാ വായിച്ചാൽ ഒന്നുകൂടെ എടുത്ത് വായിക്കാൻ പറയും. അത് കറക്റ്റ് ആകുന്നിടം വരെ പിന്നെ എന്നെ കൊണ്ട് വായിപ്പിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ആത്മീയമായ രീതിയിലാണ് ഞാൻ വളർന്നു വന്നത്.
പിന്നെ സൺഡേ സ്കൂളിലും അന്നത്തെ മീറ്റിങ്ങുകളിലെല്ലാം കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, കർത്താവായ യേശു ക്രിസ്തു വേഗം വരുന്നു. അതായത് നിന്റെ മണവാളിനെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക, ബുദ്ധിയുള്ള കന്യമാരെ പോലെ ഒരുങ്ങിയിരിക്കുക. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടെ കാഹളത്തോടു കൂടെ സ്വർഗ്ഗത്തിൽ ഇറങ്ങി വരുന്നു. ഈ പ്രസംഗങ്ങളെ, വാക്യങ്ങളെ, ഇതൊക്കെയാണ് ഡെയിലി ബേസിസിൽ ഞാൻ കേൾക്കുന്നതും. അപ്പോൾ എൻ്റെ ഉള്ളിൽ വലിയൊരു ഭയം ഉണ്ടായി. ഇന്നിപ്പോൾ അങ്ങനെ പറയാനൊക്കത്തില്ല. അന്ന് പറയും രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നരകത്തിൽ പോകും. അപ്പം എൻ്റെ അമ്മ പറയും അവിടെ കെടാത്ത തീയും ചാകാത്ത പുഴുവും ഉണ്ട്, അതുകൊണ്ട് നല്ല കുഞ്ഞായിട്ട് ജീവിക്കണം, കള്ളം പറയരുത്, തെറ്റ് ചെയ്യരുത്, ഒരു കുറ്റവും ചെയ്യരുത്. അപ്പം അങ്ങനെ എൻ്റെ അമ്മ എന്നോട് പറയും. അപ്പം അതുകൊണ്ട് ഭയങ്കര പേടിയാ. അപ്പം എന്നും പ്രാർത്ഥിക്കും, ദൈവമേ എനിക്ക് നരകത്തിൽ പോകണ്ട, ഞാൻ പിന്നെ എനിക്ക് നിന്റെ അടുത്ത് വന്നാൽ മതി, എനിക്ക് എൻ്റെ കർത്താവിനോട് അടുത്ത് വന്നാൽ മതി. അപ്പം എൻ്റെ ഉള്ളിൽ വലിയൊരു വിശ്വാസവും പ്രത്യാശയും, എൻ്റെ ഈ ജീവിത സമയത്ത് തന്നെ കർത്താവ് വരും, ഉടൻ തന്നെ കർത്താവ് വരും. അപ്പം എനിക്ക് കർത്താവിനോട് കൂടെ പോകണം. അപ്പം എനിക്ക് 9 വയസ്സുള്ളപ്പോൾ ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ എൻ്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. ആരും എന്നെ ഫോഴ്സ് ചെയ്തിട്ടോ പറഞ്ഞു തന്നിട്ടോ അല്ല, ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട്. കാര്യം കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്ന് ചേരണം, എനിക്ക് കൈവിടപ്പെട്ടു പോകണ്ട, ഞാൻ ജനിക്കുന്ന ഏത് മനുഷ്യനും രക്ഷയുടെ അനുഭവത്തിലേക്ക് വരണം. അങ്ങനെ ഞാൻ രക്ഷിക്കപ്പെട്ടു. അതിനുശേഷം അന്ന് തന്നെ എനിക്ക് സ്നാനപ്പെടണം. ഞാൻ ചർച്ചിൽ പാസ്റ്ററോട് പറഞ്ഞു. അന്നേരം പാസ്റ്റർ പറഞ്ഞു, നീ കൊച്ചു കുട്ടിയാ, ഇപ്പം സ്നാനപ്പെടാനൊക്കത്തില്ല. ഞാൻ എൻ്റെ ഫാദറിനോട് പറഞ്ഞു, ഞാൻ പാസ്റ്ററോട് പറഞ്ഞിട്ട് പാസ്റ്റർ സമ്മതിക്കുന്നില്ല. അപ്പം എൻ്റെ ഫാദറും പറഞ്ഞു ഇപ്പം വേണ്ട. കാര്യം എൻ്റെ ഫാദർ ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കാ, പിന്നെ അതിനപ്പുറത്ത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. കർത്താവേ നീ വന്നാൽ ഞാൻ കൈവിടപ്പെട്ടു പോകുമോ, എനിക്ക് പെടാൻ പറ്റുന്നില്ല. അപ്പം ഇങ്ങനെ എനിക്ക് ഈ വീസിങ്ങിൻ്റെ പ്രോബ്ലം ഉണ്ട്, പ്രയാസമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷാവായി സ്വീകരിച്ച് ആ നാൾ മുതൽ അനേകം നാളുകൾ എനിക്കൊരു പനി വരുവോ, എനിക്ക് ഈ വീസിങ് ഉണ്ടാവുകയോ പിന്നെ ചെയ്തിട്ടില്ല, അനേക വർഷങ്ങൾ. അപ്പം അങ്ങനെ ഞാൻ അത് എങ്ങോട്ട് പോയെന്നുള്ളത് പോലും അറിഞ്ഞില്ല. അത്രയ്ക്കൊരു വലിയ വിടുതലായിരുന്നു എൻ്റെ ആ അനുഭവം. അതിനുശേഷമായിട്ട് അപ്പം അങ്ങനെ ഇരുന്നു. ചർച്ചിൽ പിന്നെ അന്നേ സമയത്ത് ഞങ്ങൾ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ചർച്ചിലാണ് അവിടെ പോകുന്നത്. ഇന്ന് നിത്യത വിശ്രമിക്കുന്ന ചാക്കോ സാർ അവിടെ വന്നിട്ട് വെളിപ്പാട് പുസ്തകവും കർത്താവിൻ്റെ വരവിനെ പറ്റിയൊക്കെ പഠിപ്പിച്ചു. അപ്പം ഭയങ്കര ആവേശമായി. കർത്താവ് വരും, ഇപ്പം തന്നെ വരും, എനിക്ക് പോകണം. അപ്പം അങ്ങനെയുള്ള ഒരു വലിയ പ്രത്യാശയും വലിയ ഒരു എന്താ പറയുന്ന വിശ്വാസത്തിലും ഞാനിങ്ങനെ മുന്നോട്ടെപ്പോഴും എനിക്ക് സ്നാനപ്പെടണം, എന്നെ ആരും സ്നാനപ്പെടുത്തുന്നില്ല. ഇപ്പോൾ ഒരു ദിവസം എനിക്കങ്ങ് പ്രയാസം വന്നിട്ട് ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ എന്നെ സ്നാനപ്പെടുത്തുന്നില്ലെങ്കിൽ ഞാൻ വേറെ എവിടെയെങ്കിലും പോയി ആരോടെങ്കിലും ചോദിക്കാൻ പോയി എവിടെയെങ്കിലും സ്നാനപ്പെടുത്തുമെന്ന് എനിക്ക് പോയി പെടണം. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ പാസ്റ്റർ പറഞ്ഞു, നമുക്കിവിടെ ഒരു 21 ദിവസം ഉപവാസ പ്രാർത്ഥനയുണ്ട്, ജെസ്സിയും വന്ന് ഇവിടെ പ്രാർത്ഥനയ്ക്ക് ഇരിക്കാൻ പറഞ്ഞു. അപ്പം എൻ്റെ മാതാവും പിതാവും ഞങ്ങൾ ഇവിടെ പോവും. ചർച്ചിലെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയപ്പോൾ എൻ്റെ പ്രായത്തിലുള്ളവരും എന്നെക്കാളും ഇളയവരും മൂത്തവരും എല്ലാവരും അഭിഷേകം പ്രാപിച്ച അന്യഭാഷ അടയാളത്തോടെ, എനിക്ക് മാത്രം കിട്ടിയില്ല. എനിക്ക് ഭയങ്കര സങ്കടം. കർത്താവെ ഞാൻ എന്ത് തെറ്റ് ചെയ്തു അപ്പാ, ഞാൻ കള്ളം പറഞ്ഞോ, ഞാൻ തെറ്റ് ചെയ്തു, എന്താ കർത്താവെ നിൻ്റെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കാത്തത്. ഞാൻ വളരെ കരഞ്ഞു, അങ്ങ് കരയുക. അപ്പം കരഞ്ഞു കഴിഞ്ഞു. അപ്പം എൻ്റെ ഫാദർ എന്നോടൊന്നും പറഞ്ഞൊന്നുമില്ല, എന്നോട് ഒന്നും പറഞ്ഞില്ല. അമ്മ പറഞ്ഞു, സാരമില്ല, ദൈവത്തിനൊരു സമയമുണ്ട്, ആ സമയത്തേ ഉള്ളൂ, നീ വിഷമിക്കണ്ട, കർത്താവ് നിന്നെ നിറയ്ക്കുമെന്ന്. അങ്ങനെ 18ാമത്തെ ദിവസം അന്ന് ഞാൻ അഭിഷേകം പ്രാപിച്ച് അന്യഭാഷ അടയാളത്തോടെ. എനിക്ക് 12 വയസ്സേ ഉള്ളൂ. അന്ന് ഞാൻ സ്നാനപ്പെട്ടിട്ടില്ല. അന്നേരം അത് കഴിഞ്ഞ് ഉടൻ തന്നെ ചർച്ചിൽ സ്നാനം പറഞ്ഞു. അങ്ങനെ ആ 13ാമത്തെ വയസ്സും ഞാൻ സ്നാനപ്പെട്ടു. അങ്ങനെ ഞാൻ ദൈവകൃപയിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് എൻ്റെ 15ാമത്തെ വയസ്സ് ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ ഞാൻ US മൈഗ്രേറ്റ് ചെയ്ത് അമേരിക്കയ്ക്ക് വന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ സ്കൂളിൽ പോകാൻ തുടങ്ങി, പഠിക്കാൻ തുടങ്ങി. ആ കർത്താവിൻ്റെ രണ്ടാം വരവ് ഉണ്ടല്ലോ, കാഹളം ധ്വനിക്കപ്പോൾ എടുക്കപ്പെടണമെന്നുള്ള അതിൽ നിന്ന് ചെറുതായിട്ട് അത് ചിന്തിക്കാറില്ല. പാട്ട് പാടും, പ്രാർത്ഥിക്കും, വചനം വായിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ എൻ്റെ അമ്മ എന്നെ ട്രെയിൻ ചെയ്യിച്ച ഒരു കാര്യമുണ്ട്, ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ വായിക്കുക, അല്ലാതെ ഇടയ്ക്കൊന്നും ഞാൻ വായിക്കത്തില്ല. ഞാൻ എപ്പോഴും അങ്ങനെ അനേക പ്രാവശ്യങ്ങൾ ദൈവം എനിക്ക് വചനം വായിപ്പാൻ കൃപ വന്നിട്ടുണ്ട്. ഞാനത് എല്ലാ വർഷത്തിലും ഉൽപ്പത്തി തുടങ്ങും, റെവലേഷൻ വരെയും വായിക്കും, പിന്നെ ഇടയ്ക്ക് പിന്നെ അല്ലാതെയും വായിക്കും.
അത് എൻ്റെ ഒരു അമ്മ എനിക്ക് തന്ന ഒരു ശീലമാണ്. ഒരു ശീലത്തിൽ കാര്യം എന്നോട് എപ്പോഴും ഇങ്ങനെ ബൈബിളിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നതുകൊണ്ട് എനിക്കിതിന് ഉത്തരം പറയണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വായിക്കാൻ തുടങ്ങിയത്. അപ്പം അങ്ങനെ വായിച്ച് മുന്നോട്ട് പോയി. അങ്ങനെ 1989 എൻ്റെ വിവാഹം നടന്നു. എൻ്റെ ഹസ്ബൻഡ് സാം. തിരുവനന്തപുരത്താണ് സാജാൻ്റെ വീട്. അവർ 3 സഹോദരങ്ങളാണ്. സാജാനാ ഇളയത്. മൂത്ത 2 സഹോദരങ്ങൾ മാതാപിതാക്കന്മാർ. അവർ അവിടെ സഭയോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്നവർ. അപ്പം അങ്ങനെ വിവാഹം കഴിഞ്ഞു. അതുവരെ ഞാൻ എൻ്റെ മൂത്ത സഹോദരനോടൊപ്പമാണ് ഇവിടെ ന്യൂയോർക്കിലായിരുന്നത്. എനിക്ക് അവരോട് ഒത്തിരി നന്ദിയും കടപ്പാടും ഉണ്ട്. കാര്യം എൻ്റെ ഫാദറിനെ പോലെ തന്നെയാണ്. വളരെ ഡിസിപ്ലിനറി ആളാണ് എൻ്റെ ബ്രദർ. താനും ഇപ്പം കർത്തൃ ശുശ്രൂഷയിലാണ്. ഇപ്പം ഡാളസിൽ താമസിക്കുന്നു. അപ്പം എന്നെ അച്ചായന് എന്തെങ്കിലും തെറ്റുകൾ ചെയ്താൽ വഴക്ക് പറയും. പ്രാർത്ഥിച്ചില്ലേ പ്രാർത്ഥിക്കാൻ പറയും. അപ്പം എൻ്റെ പിതാവിൻ്റെ അതേ ശൈലിയിലാണ് എന്നെ വളരെ സ്ട്രിക്റ്റായിട്ടാണ് ഇവിടെയും ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരുന്നത്. അമ്മാമ്മയാണ് ഒത്തിരി സപ്പോർട്ടീവ് ആയിരുന്നു. എൻ്റെ അമ്മയെ പോലെ തന്നെ വളരെ സ്നേഹിച്ച് കരുതി എന്നെ ടേക്ക് കെയർ ചെയ്യുന്ന അമ്മാമ്മയാണ്. അപ്പം അങ്ങനെ കാര്യം ഞാൻ ഒരു 15 വയസ്സുള്ള ടീനേജറായിട്ടാണ് ഇവിടെ വരുന്നത്. പിന്നെ അപ്പം എല്ലാവരും പറയും ഒരു സഹോദരിയല്ലേ ഉള്ളൂ, അപ്പോൾ ഒത്തിരി സ്പോയിൽ ചെയ്യും. പക്ഷെ അങ്ങനെയല്ല, അങ്ങനെ സ്പോയിലിംഗ് ഒന്നുമില്ല. തെറ്റ് കണ്ടാൽ തെറ്റെന്ന് തന്നെ പറയും. അപ്പം അങ്ങനെ എന്നാൽ സ്നേഹവും വാത്സല്യവും എല്ലാം ഉണ്ട് അതോടൊപ്പം. അപ്പം അങ്ങനെ മുന്നോട്ട് പോകുന്നു. അപ്പം പ്രത്യേകിച്ച് എനിക്ക് ഈ ചിന്തയില്ല ഇപ്പം. ആ ഒരു സമയമായപ്പോഴത്തേക്കിന് കുടുംബജീവിതമായി. അപ്പം ഇനി മുന്നോട്ട് പോകണമല്ലോ. ഇനിയിപ്പം പിന്നെ ജോലി ചെയ്യണം, പഠിക്കുന്നു, ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ വന്നു, ഹൈസ്കൂൾ പഠിച്ചു, കോളേജിൽ പോയി, ജോലിയായി. അപ്പം മുന്നോട്ട് പോകുന്നതായ ദിവസങ്ങളാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ മൂത്ത മകളെ പ്രഗ്നൻ്റ് ആകുന്നത്. ഭയങ്കര സന്തോഷം. കാര്യം കുടുംബജീവിതത്തിൽ പ്രവേശിച്ചു. വലിയ പ്രയാസങ്ങളൊന്നുമില്ല. 2 പേർക്കും ചെറിയ ജോലികളുണ്ട്. കടഭാരങ്ങളൊന്നുമില്ല. നല്ല ഒരു ജീവിതം. ദുഃഖിക്കാനോ വിഷമിക്കാനോ ഒന്നുമില്ല. ചർച്ചിൽ പോകുന്നുണ്ട്, പാടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ആ ആദ്യ സ്നേഹം എന്നിൽ നിന്ന് പോയി. അത് ഞാൻ അറിയുന്ന പോലുമില്ല. പക്ഷേ ഈ പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, വചനധ്യാനമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ആ കർത്താവ് വരുമെന്നോ കർത്താവിൻ്റെ സന്നിധി പോകണമെന്നുള്ളതൊന്നുമില്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ മോളുടെ ഡെലിവറി ആയി. എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഏകദേശം 40 അവറോളം ലേബർ പെയിനിലായിരുന്നു ഞാൻ. നോർമൽ ഡെലിവറി നടക്കുമെന്ന് പറഞ്ഞ് ട്രൈ ചെയ്തു, പക്ഷേ നടന്നില്ല. അവസാനമായപ്പോഴത്തേന് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റൊക്കെ ലോ ആകാൻ തുടങ്ങി. എനിക്കാണെങ്കിലും ബ്രീത്തിങ് ഡിഫിക്കൽറ്റി. എൻ്റെ ചെറുപ്രായത്തിൽ ഉണ്ടായിരുന്ന ആ ആസ്മയുടെ പ്രയാസം ആ ഒരു സമയത്തേക്ക് പെട്ടെന്ന് എന്നിൽ വന്നു. അവർ പെട്ടെന്ന് എമർജൻസി ആയിട്ട് എന്നെ സെക്ഷൻ ചെയ്യുകയായിരുന്നു ചെയ്തത്. ആക്ച്വലി എനിക്ക് തന്ന എപ്പിഡ്യൂറൽ അത് ഒന്നും എനിക്ക് അങ്ങോട്ട് ഏൽക്കുന്നതിന് മുമ്പ് തന്നെ എനിക്കെല്ലാം ഫീൽ ചെയ്തു. എന്നെ കട്ട് ചെയ്ത് കുഞ്ഞിനെ എടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ മയങ്ങി. പിന്നെ എനിക്കൊന്നും അറിയത്തില്ല. പിന്നെ ഞാൻ വേക്കപ്പ് ചെയ്യുമ്പോഴത്തേനും അതിവേദനയോടാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. എൻ്റെ വയറ്റിനുള്ളിൽ അതിവേദന. ഞാൻ നേഴ്സസിനോട് പറയുന്നു, ഡോക്ടേഴ്സിനോട് പറയുന്നു, എൻ്റെ വയറ്റിൽ എനിക്ക് അതിവേദന എടുക്കുന്നു, എനിക്കറിയത്തില്ല എന്തുവാണെന്ന്. അവർ പറഞ്ഞു, അത് നീ ഇപ്പം സെക്ഷൻ കഴിഞ്ഞതല്ലേ ഉള്ളൂ, 2-3 ദിവസം കഴിയുമ്പോൾ അതങ്ങ് മാറും. ഐസൊക്കെ പിന്നെ എഴുന്നേറ്റ് നിൽക്കാനും നടക്കാനും ഒക്കെ അവരെന്നോട് പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് എഴുന്നേൽക്കാനും വയ്യ, ഇരിക്കാനും വയ്യ, നടക്കാനും വയ്യാത്ത അവസ്ഥ. അപ്പോൾ ഈ കുഞ്ഞിനെ നഴ്സറിയിലാക്കിയേക്കുക, കുഞ്ഞിനെ അവരെടുത്ത് എൻ്റെ അടുത്ത് കൊണ്ടുപോയി കുഞ്ഞിനെ ഒന്ന് എടുക്കാൻ എനിക്ക് പറ്റുന്നില്ല. അതുപോലെ വേദന എൻ്റെ വയറ്റിൽ. എനിക്ക് അതിവേദനയായിട്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു കസിൻ ഇവിടെ ന്യൂജേഴ്സിയിലുണ്ട്. പുള്ളിക്കാരൻ ഡോക്ടറാണ്. അവർ ഹസ്ബൻഡും വൈഫും കൂടെ എന്നെ കാണാൻ ഹോസ്പിറ്റലിൽ വന്നു. കുഞ്ഞിനെ കാണാൻ എന്നെ കാണാനായിട്ട് വന്നപ്പോൾ പിന്നെ അമ്മാമ്മ എന്നോട് പറഞ്ഞു, ജെസ്സി ഞാൻ നിൻ്റെ വൂണ്ടൊന്ന് നോക്കട്ടെ. എന്നോട് ചോദിച്ച് കണ്ടിട്ട് പറഞ്ഞു, അച്ചായനോട് പറഞ്ഞു, ഇതൊന്ന് നോക്കിക്കേ, ഇതെന്തോ ഇവർ ചെയ്തു വെച്ചേക്കുന്നത്. ഇത് പഴംതുണി ഇങ്ങനെ തുന്നി തയ്ച്ചതുപോലെ ഇത് തയ്ച്ചു വെച്ചേക്കുന്നു. ഇതെല്ലാം വേണ്ടി ചുമന്ന് പഴുത്തിരിക്കുന്നു. ചുമ്മാതാണോ ഇവള് വയറ്റുവേദന പറയുന്നതെന്ന്. അപ്പോൾ തന്നെ അവർ ഡോക്ടറെ വിളിച്ച് വന്ന് നോക്കിയപ്പോഴാണ് അത് പഴുത്ത് ഇൻഫെക്ഷനായിട്ട് ആ സെക്ഷൻ ചെയ്തത് മുഴുവനും ഉള്ളിൽ മുഴുവൻ ഇൻഫെക്ഷനായി. എനിക്ക് ന്യൂമോണിയ ആയി. അപ്പോൾ അവർ ആ സ്റ്റിച്ച് എടുത്തപ്പോൾ ഒരു സിപ്പർ എങ്ങനെ വലിച്ചു തുറക്കുന്നോ അതുപോലെ എൻ്റെ സ്റ്റൊമക്ക് തുറക്കപ്പെട്ടു. പിന്നെ റീസ്റ്റിച്ച് ചെയ്യാൻ വയ്യ. അങ്ങനെ ഏകദേശം 4 ആഴ്ചയോളം ഗോസ് വെച്ച് ഇങ്ങനെ ഡ്രസ്സിങ് ചെയ്യാണ്. അവരെന്നെ വീട്ടിൽ വിട്ടു. ഒരു നേഴ്സ് വീട്ടിൽ വരും. എന്നും രാവിലെയും വൈകിട്ടും വന്ന് ഇങ്ങനെ ചെയ്യും. എൻ്റെ അമ്മ എന്നോടൊപ്പം ഉണ്ട് കുഞ്ഞിനെ നോക്കാനായിട്ട്. അപ്പോൾ അമ്മയ്ക്ക് കാണാൻ വയ്യ, അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ദൈവം സഹായിച്ച് അതിൽ നിന്ന് ഞാൻ റിക്കവറായി.
അങ്ങനെ മരണത്തിൽ നിന്നുള്ള രണ്ടാമത്തെ നീക്കുപോക്ക് എൻ്റെ ജീവിതത്തിൽ ദൈവം തന്നു. അപ്പോഴും ഞാൻ എന്നാൽ തിരിച്ച് ആ ആദ്യ സ്നേഹത്തിലേക്ക് വരണമെന്നുള്ള ചിന്തയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് തിരിച്ച് ജോലിക്ക് പോകണം. ജോലിയിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ തിരിച്ച് ജോലിക്ക് എന്നാ ജോയിൻ ചെയ്യുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ തിരിച്ച് ജോലിക്ക് വരാം. അപ്പോൾ കുഞ്ഞിന് അപ്പോഴത്തേക്കും 2 മാസമായി. ഞാൻ തിരിച്ച് ജോലിക്ക് പോകാനായിട്ട് പോയി. ആ പോകുന്ന സമയത്ത് അമ്മ നൈറ്റിലാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. ഡേയിൽ സാജാൻ ജോലിക്ക് പോകും. അമ്മ കൂടെയുണ്ട്, കുഞ്ഞുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ അന്ന് ജോലിക്ക് പോകുന്നതായ സമയത്ത് ഈ കുഞ്ഞ് ക്രിബിൽ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ ഞാൻ എടുത്ത് കൊണ്ടുപോയി എൻ്റെ അമ്മയുടെ കൈ കൊടുത്തേച്ച് ഞാൻ പറഞ്ഞു, മോനെ അമ്മച്ചിയെ വഴക്കൊന്നും ഉണ്ടാക്കല്ലേ, നല്ല കുഞ്ഞായിട്ടിരുന്നോണോ എന്നൊക്കെ പറഞ്ഞ്, പൊടിക്കുഞ്ഞാണ് അവളെ. അപ്പോൾ അമ്മ ചോദിച്ചു, നീ ഉറങ്ങിക്കിടന്ന് ഈ കുഞ്ഞിനെ എടുത്ത് എൻ്റെ കൈ കൊണ്ട് തന്നെ. അപ്പം ഞാൻ പറഞ്ഞു, സാച്ചാൻ എന്നെ ജോലിയിലോട്ട് കൊണ്ടുവിടും, രാവിലെ തിരിച്ചു കൊണ്ടുവരും, അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ അന്ന് തലേന്ന് ഞങ്ങളുടെ കാറിനൊരു പെട്ടെന്നൊരു പുതിയ കാറാണ്, പക്ഷെ ഒരു പ്രോബ്ലം. ആ കാറ് കൊണ്ടുപോയി ഫിക്സ് ചെയ്യാനായിട്ട് ഡീലറിൽ കൊണ്ട് കൊടുത്തവൻ പറഞ്ഞു, ഒരു നൈറ്റ് ഇവിടെ ഓവർനൈറ്റ് സ്റ്റേ ചെയ്യണോ, കാർ ഇട്ടേക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഞാനെങ്ങനെ ജോലിക്ക് പോകുന്നത്, എനിക്ക് ജോലിക്ക് പോകണമല്ലോ. അപ്പം എന്നോട് പറഞ്ഞു, കൂടെ ജോലി ചെയ്യുന്ന ഒന്ന് രണ്ട് ഇന്ത്യക്കാരുണ്ട്, അവരെ ഒന്ന് വിളിക്കുക. അപ്പം അങ്ങനെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, കൊണ്ടുപോകാം, കുഴപ്പമില്ല, തിരിച്ചു വിടാം, നമ്മളൊരു ചെറിയ എന്തെങ്കിലും കൊടുത്താൽ മതി. അപ്പോൾ അവർ പലരെ ഇങ്ങനെ പിക്കപ്പ് ചെയ്യുകയും കൊണ്ടുവിടുകയും കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്നുള്ളത് ഒരു. പക്ഷെ ഇതിനു മുമ്പ് ഒരു സംഭവം നടന്നത്, നാട്ടിൽ സാജാന്റെ മമ്മി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ, കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ദൈവദാസ ഇവിടെ വന്നൊരു ദൂത് പറഞ്ഞു, നിങ്ങളുടെ മകൾക്ക് ഒരു ആപത്തുണ്ടായിട്ട് ഞാൻ ഒരു ശവപ്പെട്ടിയിൽ അവൾ ഇരിക്കുന്നത് കാണുന്നതായിട്ടൊരു ദർശനം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, പിന്നെ അപ്പൊ അവരാ ഷെൽഫിൽ നോക്കിയപ്പോൾ ഞങ്ങളുടെ വെഡിങ് പിക്ചർ ആ ഷെൽഫിൽ ഇരിപ്പുണ്ട്. പറഞ്ഞിട്ട് ഈ മോളാണെന്ന് പറഞ്ഞു. അപ്പം മമ്മി എന്നെ, അപ്പം ഈ അന്നത്തെ പോലെ സെൽഫോണില്ല, വാട്സാപ്പില്ല, ജസ്റ്റ് ലാൻഡ് ലൈനാണ്. അപ്പം ജസ്റ്റ് വിളിച്ച് എന്തോ ഉണ്ടെന്ന് ചോദിച്ചു വെക്കത്തേ ഉള്ളൂ. കാര്യവും കുറേ നേരം സംസാരിച്ച് കഴിയുമ്പം വലിയൊരു ബില്ലിങ് വരും. അപ്പം അതുകൊണ്ട് പെട്ടെന്ന് വിളിച്ച് എന്തോ ഉണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചു വെക്കും. അപ്പം മമ്മി എന്നോട് പറഞ്ഞു, അപ്പം എനിക്കിവിടെ കേൾക്കുന്നത് മമ്മിക്ക് എന്തോ ആപത്തുണ്ടായിട്ട് മമ്മി മരിക്കുന്നു, മമ്മി ശവപ്പെട്ടി. ഞാൻ പറഞ്ഞു, മമ്മി ഈ കേൾക്കുന്നതെല്ലാം വിശ്വസിക്കാതെ അങ്ങനെ ഓരോരുത്തരും വന്ന് പറഞ്ഞിട്ട് പോകും. അപ്പം മമ്മി പറയുന്നത്, എടി എൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, നിന്റെ കാര്യം. പക്ഷെ ഞാനിവിടെ കേൾക്കുന്നതെല്ലാം മമ്മിയുടെ കാര്യമായിട്ട്, എൻ്റെ കാര്യമാണ് ഞാൻ കേൾക്കുന്നത്. അപ്പം ഞാനിപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ ചിലപ്പം ദൈവമായിട്ട്, അന്ന് ഞാൻ ഓർത്ത് ശത്രുവായിരിക്കും അത് ബ്ലോക്ക് ചെയ്തത്. പക്ഷെ ഇപ്പോൾ ഞാൻ ചിന്തിക്കുമ്പോൾ, കാര്യം ഈ സാക്ഷി പറയണമെങ്കിൽ ദൈവം എന്നെ ഇതിൽ കൂടെ കടത്തിവിടാൻ ദൈവത്തിനൊരു പ്ലാനും പദ്ധതിയും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എനിക്കെന്നുള്ളത് കേൾക്കാഞ്ഞപ്പം ആ ദിവസങ്ങളിലെല്ലാം ഞങ്ങൾ മമ്മിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. കർത്താവെ, ഒന്നും വരുത്തല്ലേ, ദോഷമായിട്ടൊന്നും വരുത്താതെ സൂക്ഷിക്കണേ എന്നിങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് മമ്മിക്ക് വേണ്ടി. പക്ഷെ ഇത് എനിക്കാ വരുന്നതെന്നാ മമ്മി പറഞ്ഞത്. അപ്പം മമ്മി നാട്ടിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും രണ്ടായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ആ ദിവസം ഞാൻ ഒരു റൈഡ് എടുത്ത് ജോലിക്ക് പോയി. രാവിലെ വേറൊരാളോട് തിരിച്ചു വരും. ഞാൻ അവിടുന്ന് ജോലിയിൽ നിന്ന് ഫോൺ വിളിച്ച്, സെൽഫോണില്ല, ഓഫീസിലെ ഫോണിൽ നിന്ന് വീട്ടിൽ വിളിച്ച് സാജാനോട് പറഞ്ഞ, ഇന്ന ആളുടെ കൂടെ രാവിലെ 5 മണിക്ക് വരും. വന്നിട്ട് പിന്നെ സാജാന് ജോലിക്ക് രാവിലെ 8 മണിക്കാണ് പോകുന്നത്. അങ്ങനെ പറഞ്ഞു. രാവിലെ ഞാൻ ആ വ്യക്തിയുടെ കൂടെ വരുന്ന സമയത്ത് ഞാനാണ് ബാക്കിലിരിക്കുന്നത്, ഫ്രണ്ടിൽ അവർ 2 പേരുണ്ട്. ബാക്കിൽ അന്ന് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല. മുന്നിലിരിക്കുന്ന 2 പേര് സീറ്റ് ബെൽറ്റ് ഉണ്ടായിരുന്നു. ഒരു ചെറിയ ചാറ്റമഴ ഉണ്ടായിരുന്നു. മുന്നേ വന്ന വണ്ടി പെട്ടെന്ന് ബ്രേക്ക് ചെയ്തു. ബ്രേക്ക് ചെയ്യുകയും ഞാനിരുന്ന വണ്ടി ഡ്രൈവ് ചെയ്ത വ്യക്തി പെട്ടെന്ന് വണ്ടി വെട്ടിച്ചു. വണ്ടി ഇച്ചിരി സ്പീഡിലായിരുന്നത് കൊണ്ട്, മഴയായതുകൊണ്ട് സ്പിൻ അറൗണ്ട് ചെയ്ത് ആദ്യം പോയി എക്സ്ട്രീംലി ലെഫ്റ്റിൽ അത് ഇടിച്ചേച്ച് തിരിഞ്ഞ് വണ്ടി പോയി റൈറ്റ് സൈഡിലെ ബാരിയർ, അതായത് 3 ലെയിനുള്ള ഹൈവേയില്, എക്സ്പ്രസ് വേയില് ആദ്യം ലെഫ്റ്റിൽ ഇടിച്ചിട്ട് തിരിഞ്ഞ് വണ്ടി പോയി റൈറ്റ് സൈഡിൽ ഇടിച്ച് നിൽക്കുമായിരുന്നു ഇത്. അപ്പോൾ ഈ വണ്ടിക്കകത്ത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വീണു. സൈഡ് ഡോറിൽ, ആ ഡോറിൽ അടിച്ചിട്ട് ഇപ്പുറത്തെ ഡോറിലോട്ട് അടിച്ച് ഇങ്ങനെ വീണു. വീണ് കഴിഞ്ഞു. ഞാൻ എന്നാലും അൺകോൺഷ്യസ് ആയിട്ടില്ല, പക്ഷെ ഞാൻ കംപ്ലീറ്റ്ലി നമ്മായിപ്പോയി. എനിക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല. എന്നോടൊന്നും ചോദിച്ചിട്ട് എനിക്ക് റിപ്ലൈ പറയാൻ പറ്റുന്നില്ല, ഒന്നും അനങ്ങാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു സ്റ്റേജിലായി. പോലീസും ആംബുലൻസും എല്ലാം അന്നേരം തന്നെ വന്നു. അവരെന്നെ കൊണ്ടുപോയ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് എൻ്റെ സിസ്റ്ററിലോ, ഞാൻ പറഞ്ഞ എൻ്റെ മൂത്ത ബ്രദറിൻ്റെ വൈഫ് ജോലി ചെയ്യുന്ന, അമ്മമ്മ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലോട്ടാണ് കൊണ്ടുപോയത്. അപ്പോൾ അവിടെ ചെന്നോടനെ ഒരു നേഴ്സ് എന്നെ റെക്കഗ്നൈസ് ചെയ്തു. അയ്യോ, ഇത് ഇന്നാരുടെ സിസ്റ്ററിലോ അല്ലേ ഇത്, അപ്പോൾ ഇവക്കെന്തോ പറ്റി. അപ്പം കൂടെ പോലീസ് പറഞ്ഞ് ഇന്ന സംഭവം.
ഇങ്ങനെയാ പറ്റുന്നത്. അപ്പം ഞാൻ കുഞ്ഞിൻ്റെ ഡെലിവറി കഴിഞ്ഞ് 3 മാസമേ ആയിട്ടുള്ളൂ. ഞാൻ കംപ്ലീറ്റ്ലി ഹീൽ ആയിട്ടില്ല. എൻ്റെ ബോണും എൻ്റെ ശരീരവും എല്ലാം വളരെ ഫ്രാജലായിട്ടിരിക്കുന്ന ടൈമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈ ആക്സിഡൻറ്റിൽ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ സ്പൈനൽ കോഡ് ഇഞ്ചേർഡായി. എൻ്റെ വേർട്ടബ്രേസ് ബാക്കിലെ ലംബാർഡ് മുതൽ തൊറാസിക് വരെയുള്ള വേർട്ടബ്രേ ക്രഷ്ഡും ബ്രോക്കണുമായിട്ട് പോയി. ബാക്ക് കംപ്ലീറ്റ്ലി തകർന്നെന്ന് വേണേൽ പറയാം. അങ്ങനെ അപ്പോഴും എന്നോട് അപ്പോൾ അങ്ങനെ പറഞ്ഞു. പെട്ടെന്ന് തന്നെ ആ ഹോസ്പിറ്റലിൽ ആ ആൻറ്റി, ഒരു മലയാളി ആൻറ്റിയാണ്, ഞങ്ങൾക്കറിയാവുന്ന ആൻറ്റി, എൻ്റെ സിസ്റ്റർ-ഇൻ-ലോയെ വിളിച്ചേച്ച് പറഞ്ഞു, ഇതുപോലെ നിൻ്റെ നാത്തൂൻ ഇവിടെ വന്നിട്ടുണ്ട്, എന്തോ പറ്റി. അപ്പോഴത്തേക്കിന് വീട്ടിലെ സാഹചര്യം, ഞാൻ 5 മണിക്ക് വരുമെന്ന് പറഞ്ഞ് എന്നെ കണ്ടില്ല. അപ്പോൾ ചില സമയത്ത് ഞാൻ എൻ്റെ ബ്രദറിനെ വിളിച്ച്, ഞാൻ വീട്ടിൽ വരുന്നത് ഇതുകൊണ്ട്, അപ്പം വീട്ടിൽ അവിടെ വിളിച്ച് ചോദിച്ചു, ബ്രദറിനെ വിളിച്ച് ചോദിച്ചു, അച്ചായ ജെസ്സിയെ പിക്ക് ചെയ്തോ എന്തിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇല്ല വിളിച്ചില്ല, എന്നെ വിളിച്ചില്ല. ഞാൻ കാര്യം ഞങ്ങൾ താമസിക്കുന്ന ആ വഴിയാണ് അച്ഛൻ ജോലിക്ക് പോകുന്നത്. അപ്പം ചിലപ്പോൾ എന്നെ കൂട്ടിക്കൊണ്ടുവന്ന് വീട്ടിൽ വിടാറുണ്ട്. അപ്പം ഇല്ല വിളിച്ചില്ല, വന്നില്ല, എന്തോ പറ്റി. ഞാൻ പറഞ്ഞു എന്നാൽ ചിലപ്പം മഴയൊക്കെ അല്ലേ, ട്രാഫിക് കാണും, ഡിലേ ആയിരിക്കുമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഇങ്ങനെ സിസ്റ്റർ-ഇൻ-ലോ വിളിച്ചേച്ച് പിന്നെ ഹസ്ബൻഡിനോട് പറഞ്ഞു, അച്ചാനോട് പറഞ്ഞു, ഇങ്ങനെ ജെസ്സിക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, പെട്ടെന്ന് വരാൻ പറഞ്ഞു. അങ്ങനെ കുഞ്ഞും അമ്മയും ഒക്കെ ആയിട്ട് ബ്രദറിൻ്റെ വീട്ടിൽ വന്നു. സിസ്റ്റർ-ഇൻ-ലോയെ കൂട്ടി ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ഞാൻ അപ്പോഴത്തേനും അൺകോൺഷ്യസാണ്. ഞാൻ സംസാരിക്കുന്നൊന്നുമില്ല. അപ്പോഴത്തേക്കിനും അവർ എക്സ്റേ ഒക്കെ എടുത്തു എൻ്റെ ഇഞ്ചുറീസ് എല്ലാം ഫൈൻഡ് ഔട്ട് ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ അപ്പോൾ എന്നോടൊന്നും ഡോക്ടേഴ്സ് പറഞ്ഞിട്ടില്ല എൻ്റെ ഇഞ്ചുറി. ഷാജാൻ്റെ അടുത്ത് സിസ്റ്റർ-ഇൻ-ലോയുടെ അടുത്ത് പറഞ്ഞപ്പോഴേ ഷാജാൻ അൺകോൺഷ്യസ് ആയിപ്പോയി ഇത് കേട്ടപ്പോഴേ. കാര്യം ഡോക്ടേഴ്സ് പിന്നെ പറയുന്നത് ഇനിയും കഴുത്തിന് താഴെ പാരലൈസ്ഡാണ്, ഇനിയും ജീവിതത്തിൽ നടക്കത്തില്ല, എഴുന്നേക്കത്തില്ല എന്നുള്ളതായ റിപ്പോർട്ടാണ് കിട്ടിയത്. അത് കേട്ടപ്പോഴേ സാജാന് ഭയങ്കര വിഷമമായിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥ. എൻ്റെ ബ്രദേഴ്സ്, സിസ്റ്റർ-ഇൻ-ലോസ്, ഞങ്ങളുടെ ചർച്ച് മെമ്പേഴ്സ് എല്ലാവരും എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥയിലായിപ്പോയി. എല്ലാവരും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ആ ഹോസ്പിറ്റലിൽ അവർ പറഞ്ഞു, ഇതൊരു കൊച്ചു ഹോസ്പിറ്റലാണ്, ഇവിടെ സർജറി ഒന്നും പറ്റത്തില്ല. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ എൻ്റെ കസിൻ ബ്രദർ ഡോക്ടറാണ്, പുള്ളിക്കാരനെ പറഞ്ഞു, എനിക്കൊരു ഡോക്ടറെ അറിയാം, ഒരു സ്പൈൻ സ്പെഷ്യലിസ്റ്റാണ്, ഞാൻ നമ്പർ തരാം, വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ആ ഡോക്ടറെ വിളിച്ചു. അന്ന് ഈ ന്യൂയോർക്കിൽ ആ ഒറ്റ ഒരു ഡോക്ടറേ ഉള്ളൂ ഓർത്തോപീഡിക് സ്പൈൻ സർജനായിട്ട്. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സർജറി ആയത്. ഇതിന് മുമ്പ് പുള്ളി ഒരു സർജറി ചെയ്തിട്ടുള്ളൂ. ഇത് ഞാൻ പുള്ളിയുടെ രണ്ടാമത്തെ പേഷ്യൻ്റാണ്. പുള്ളി ഇസ്രയേലിൽ പോയി പഠിച്ച ഒരു ജൂവിഷ് ഡോക്ടറാണ്, മിടുക്കനായ ഒരു ഡോക്ടറാണ്. പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ സർജറി ചെയ്യാം, നടക്കുമെന്നൊന്നും ഞാൻ ഗ്യാരണ്ടി തരത്തില്ല, പിന്നെ നിങ്ങൾ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ വേറൊരു ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പോഴത്തേക്കൊക്കെ എൻ്റെ മെഡിസിനിൽ നിന്നൊക്കെ ഇച്ചിരി ഒന്ന് ഇത് ചെയ്തു. അപ്പോൾ ചെറുതായിട്ട് ഞാൻ കോൺഷ്യസ് ആയി. അപ്പോൾ എന്നോട് വിവരങ്ങൾ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ എന്നെ മനസ്സിലോട്ട് വന്നു, കർത്താവേ, ഞാൻ നെക്ക് ഡൗൺ പാരലൈസ് ആയിട്ട് കിടക്കുന്നു. എൻ്റെ ചിന്ത ഇതാണ്, എനിക്ക് 3 മാസം പ്രായമുള്ള ഒരു പൊടിക്കുഞ്ഞ്, എൻ്റെ ഹസ്ബൻഡ്, ഞങ്ങൾ വളരെ യങ്, ഞാൻ റെസ്റ്റ് ഓഫ് മൈ ലൈഫിൽ പാരലൈസ്ഡ് ആയിട്ട് കിടന്നു കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് എന്ത് ചെയ്യും? വാട്ട് ഈസ് ഹി ഗോയിങ് ടു ഡു? എന്നും എന്നെ ഇങ്ങനെ വന്ന് നേഴ്സിംഗ് ഹോമിലോ അല്ലെ എവിടെയെങ്കിലും ഒരു റൂമിൽ ആക്കും. എന്തൊരു ലൈഫാണ് അദ്ദേഹത്തിൻ്റെ. പിന്നെ എൻ്റെ കുഞ്ഞിന് ഒരു അമ്മയുണ്ടോ? എന്തിനാ ഞാനിങ്ങനെ ജീവിക്കുന്നത്? പെട്ടെന്ന് തന്നെ ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, ഞാൻ അന്നേരമാണ് എൻ്റെ റിയലൈസേഷൻ വരുന്നത്, ഞാൻ ആ കർത്താവിൻ്റെ വരവ്, കർത്താവിൻ്റെ സന്നിധിയോടുള്ള ആ സ്നേഹം, ഇത് കുറഞ്ഞത് അന്നേരമാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. കർത്താവെ, ഞാൻ നിന്നിൽ നിന്ന് ഒത്തിരി ദൂരം യാത്ര ചെയ്ത് മാറിപ്പോയല്ലോ. അപ്പാ, നീ എന്നെ സ്നേഹിച്ചു. കാൽവറി ക്രൂശിൽ അവസാനത്തോടെ രക്തം വരെയും എന്നെ സ്നേഹിച്ച ദൈവം, എനിക്ക് നിന്നോടൊപ്പം വരണമെന്ന് ആഗ്രഹിച്ചിരുന്ന എനിക്ക് ഇപ്പോൾ അതില്ല. ഞാൻ പെട്ടെന്ന് എന്നെ ഓർമ്മയായ കാലം മുതലുള്ള കുറ്റങ്ങൾ, കുറവുകൾ, ദൈവമേ ക്ഷമിക്കണേ, ക്ഷമിക്കണേ. ഞാൻ ആരോടെങ്കിലും വാക്കിലോ പ്രവൃത്തിയിലോ ചിന്തയിലോ ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ, തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ. ആർക്കെങ്കിലും ഹാർഡ് ടൈം കൊടുത്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കും. ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, കർത്താവേ, ഇനി എനിക്ക് ജീവിക്കേണ്ട, എനിക്ക് മരിച്ചാൽ മതി, എനിക്ക് നിന്റെ സന്നിധി വരണം, എനിക്ക് ഇനി നിന്റെ മുഖം കണ്ടാൽ മതി, ഇനി ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് സന്തോഷമാകണം,
എനിക്കിനിയും ജീവിക്കേണ്ട കാര്യമില്ല. കാര്യം ഞാനിങ്ങനെ പറഞ്ഞു കർത്താവിനോട് ഞാൻ കർത്താവിനെ പഠിപ്പിക്കാൻ തുടങ്ങി. കർത്താവേ, ഞാൻ ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിന് ഞാനൊരു പ്രോബ്ലമാ. എൻ്റെ കുഞ്ഞിനൊരമ്മയെന്ന് പറയാന് വെറും ഒരു ചത്ത ശവം പോലെ ഇരിക്കുന്ന എന്നെ അമ്മ. എൻ്റെ മാതാപിതാക്കന്മാർക്ക് കുറേ നാൾ ഞാൻ മരിച്ചെന്നുള്ള ദുഃഖം കാണും. അവര് ഓവർകം ചെയ്യും. ഇതിനു മുമ്പ് അവർക്ക് 2 മക്കള് നഷ്ടമായതല്ലേ, സാരമില്ല. ഒരാളും കൂടെ പോയിട്ടും കുഴപ്പമില്ല. എനിക്കൊരു കുഞ്ഞുണ്ടല്ലോ, എൻ്റെ അമ്മ തീർച്ചയായിട്ടും എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയി വളർത്തിക്കോളും. എൻ്റെ ഓർമ്മയ്ക്കായിട്ടെന്നൊക്കെ ഉള്ള ഒരു ചിന്തയെ കർത്താവിനോട് പറയും. അതുകൊണ്ട് നീ എൻ്റെ ജീവൻ എടുക്കണം. എനിക്ക് ഇനിയും ജീവിക്കേണ്ട. ഞാൻ കർത്താവിനോട് പറയും, എനിക്കിനിയും ജീവിക്കേണ്ട. എനിക്ക് ഇനിയും മുന്നോട്ട് പോകണ്ട. പക്ഷേ അപ്പോഴേക്കും എൻ്റെ സഭ, ഞാൻ ഇവിടെ കൂടിപ്പോകുന്ന എൻ്റെ സഭ വിശ്വാസികൾ, അപ്പോഴേക്കും എൻ്റെ റിലേറ്റീവ്സ്, പാസ്റ്റേഴ്സ്, അറിയാവുന്നവരെ എല്ലാം ഞങ്ങളുടെ ഫാമിലിയിലുള്ളവരെല്ലാം വിളിച്ചേച്ച് എനിക്ക് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ലോകത്തെ ഞങ്ങളെ അറിയാവുന്നവരും ഇങ്ങനെ ഈ ആക്സിഡന്റ് കേട്ട് അമേരിക്കയിലും ഗൾഫിലും എവിടെല്ലാം മനുഷ്യരുണ്ടോ, വിശ്വാസികളുണ്ടോ, എല്ലാവരും ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോഴും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ എനിക്ക് മരിക്കണം, എനിക്ക് ജീവിച്ചിരിക്കണ്ട, ഇനി എനിക്ക് മരിച്ചാൽ മതി. അപ്പം മരിക്കണം, എൻ്റെ ഉള്ളിൽ ഇനി മരണം, എനിക്ക് വേറൊന്നും ചിന്തയില്ല, മരിക്കണം. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ അപ്പം എൻ്റെ സർജറിക്ക് വേണ്ടി അവർ റെഡിയായി. അപ്പോൾ സർജറിക്ക് മുമ്പ് എന്നെ കോൺഷ്യസ് ആക്കിയിട്ട് എന്നോട് പറയും, ഇതുപോലെ സർജറിക്ക് കൊണ്ടുപോവുക കാര്യങ്ങളൊക്കെ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ ഞങ്ങളുടെ പാസ്റ്റർ പെട്ടെന്ന് ഒന്ന് വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, ഇന്ന് നിത്യദേവ ശ്രമിക്കുന്ന പാസ്റ്റർ ജോൺ ഡാനിയൽ, അന്ന് ഞങ്ങളുടെ പാസ്റ്റർ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, പാസ്റ്ററെ ഒരു ഉപകാരം ചെയ്യണേ, ഞാൻ ഉണരുമ്പോൾ ഇനി കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ പ്രാർത്ഥിച്ചാൽ മതി, എനിക്ക് ജീവനോട് ഇരിക്കേണ്ട, മരിക്കാൻ അപ്പോൾ പാസ്റ്റർ എന്നോട് പറഞ്ഞു, ജെസ്സി, ഇപ്പോഴിത് പറയാനുള്ള സമയമല്ല, ഞാനൊരു ദർശനം കണ്ടിട്ടാണ് വന്നിരിക്കുന്നത്. ജെസ്സി കുഞ്ഞിനെയും എടുത്തുകൊണ്ട് സഭാ ഹോളിൽ ആരാധനയ്ക്ക് വരുന്ന ദർശനം കണ്ടിട്ട് വന്ന് എന്നോട് ഇത് പറയരുണ്ട. അതുകൊണ്ട് സ്തോത്രം, ധൈര്യമായിട്ട് പോവും. അവരെന്തുവാന്ന് വെച്ചാൽ ഉള്ളതെല്ലാം ചെയ്യും, ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്, ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു. അപ്പോഴും ഞാൻ ഓർത്ത് പാസ്റ്ററല്ലേ എന്നെ ആശ്വസിപ്പിക്കാനൊക്കെ പറഞ്ഞതാ. അപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുക, ദൈവമേ, ഈ സർജറി കഴിയുമ്പോൾ ഞാൻ നിന്റെ സന്നിധിയിൽ ഉണരണം, എനിക്കിനി എൻ്റെ തെറ്റുകളെ ഒക്കെ നീ ക്ഷമിക്കണം, എനിക്കങ്ങ് വരണം. അങ്ങനെ എൻ്റെ സർജറി കഴിഞ്ഞു. പക്ഷെ എനിക്ക് അനസ്തീഷ്യ തരുന്നിടം വരെ ഉള്ള അവർ പറയുന്നതെല്ലാം എനിക്ക് കേൾക്കാം. അനസ്തീഷ്യ കഴിഞ്ഞ് അവർ ഏകദേശം 12 to 13 അവർ ലോങ് സർജറി ആയിരുന്നു. അപ്പം അവരെൻ്റെ ബാക്കിൽ ഒരു 3 റോഡ് ഇട്ടു. ഇട്ടിട്ട് എന്നോട് അന്നെങ്കിൽ അതിൻ്റെ ഉള്ള നട്ട് ബോൾട്ട് എല്ലാം എൻ്റെ ബാക്കിലിട്ടു. അപ്പോൾ കമത്തി കിടത്തിയാണ് എൻ്റെ സർജറി ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്ക് എപ്പോഴൊക്കെയോ അവരെന്നെ കാര്യം ഇത്രയും ലോങ് മയക്കി കിടത്താൻ ഒക്കത്തില്ല. അപ്പോൾ ഇടയ്ക്കൊക്കെ എന്നെ വേക്കപ്പ് ചെയ്ത് എന്നോട് ചോദ്യങ്ങൾ ചോദിക്കും, ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊന്നും എൻ്റെ ഓർമ്മയിലില്ല, ഇതൊന്നും ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ ICUവിലായി. ICU വരുമ്പോഴത്തേക്കിൽ നോസിൽ കൂടെയും വായിൽ കൂടെയും എല്ലാം ട്യൂബുകളായി. കമിഴ്ത്തിയിട്ട് സർജറി ചെയ്ത് എൻ്റെ മുഖമെല്ലാം വല്ലാത്ത ഷേപ്പ്ലെസ് ആയി, നീരായി, കണ്ണ് തുറക്കാനൊക്കാത്ത അവസ്ഥ. പക്ഷേ എനിക്കെല്ലാവരും സംസാരിക്കുന്നത് കേൾക്കാം. അപ്പം ഞാൻ ചോദിക്കാൻ തുടങ്ങി, കർത്താവേ, ഞാൻ നിന്റെ സന്നിധിയിലല്ലയോ? ഞാൻ കർത്താവേ നിന്നോട് പറഞ്ഞതല്ലേ എനിക്ക് നിന്റെ സന്നിധിയിൽ വരണമെന്ന്, നീ എന്നെ പിന്നെയും ഇവിടെ തിരിച്ച് നിർത്തിയേക്കുവാണോ? അതോ ഇനി ഞാൻ വേറെ എന്തൊക്കെയോ? അപ്പം എനിക്ക് അവിടെ സംസാരിക്കുന്നതെല്ലാം കേൾക്കാം. അവിടെ നേഴ്സ് വരുന്നതും മരുന്ന് തരുന്നതും എന്നെ വിളിക്കുന്നതും ഒക്കെ എനിക്ക് കേൾക്കാം. അപ്പോഴും കണ്ണ് തുറക്കാനൊന്നും എനിക്ക് പറ്റുന്നില്ല. പക്ഷെ എനിക്ക് കേൾക്കാം, ചിന്തിക്കാം. പക്ഷെ ആരോടും എനിക്ക് വായിക്കൂടെ ട്യൂബ് കിടക്കുന്നതുകൊണ്ട് എനിക്കൊന്നും സംസാരിക്കാനും പറ്റുന്നില്ല. അപ്പം ഞാൻ പിന്നെയും ചോദിക്കുക, കർത്താവേ, നീ എന്താ കർത്താവേ എന്നെ നിന്റെ സന്നിധി ചേർക്കാത്തത്? കർത്താവേ, ഇനി ഇതാണോ മരണം? ഇങ്ങനെ ചിലപ്പോൾ മരിക്കുമ്പോൾ ഇങ്ങനെ കേൾക്കാൻ പറ്റുമോ? കർത്താവേ, ഇതെന്തുവാ? എനിക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല, പക്ഷെ എല്ലാം ഞാൻ കേൾക്കുന്നു. എൻ്റെ കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല എനിക്ക്. അപ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അച്ചായൻ്റെ ശബ്ദം, എൻ്റെ അച്ചായനും അമ്മയും അന്ന് ഇവിടെ ഉണ്ട്. അപ്പോൾ എൻ്റെ അച്ചായന് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോളെ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്ക്, ദൈവസന്നിധിയിൽ അടുക്ക്, ദൈവസന്നിധിയിൽ കുറ്റങ്ങളൊക്കെ ഏറ്റു പറഞ്ഞ് ദൈവമേ എന്നെ സൗഖ്യമാക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോഴും ഞാൻ എൻ്റെ അച്ചായനോട് പറയണമെന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ എനിക്കത് നിത്യതയെപ്പാലാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതെന്ന് പറയണമെന്നുണ്ട്. പക്ഷേ എനിക്ക് കണ്ണ് തുറക്കാനോ സംസാരിക്കാനോ പറ്റുന്നില്ല. ചില ദിവസങ്ങൾ കഴിഞ്ഞ് അവരെന്നെ ICUന്ന് സർജിക്കൽ ഫ്ലോറിൽ കൊണ്ടുവന്നപ്പോൾ അവർ പറഞ്ഞതുപോലെ എൻ്റെ കൈകൾക്കൊക്കെ എനിക്ക് അനക്കമുണ്ട്, പക്ഷേ എൻ്റെ വേസ്റ്റ് ഡൗൺ ഞാൻ പാരലൈസ്ഡാണ്. എനിക്ക് അനങ്ങത്തില്ല, എൻ്റെ കാലുകളൊന്നും എനിക്ക് ഫീലിംഗ് ഇല്ല. ഡോക്ടേഴ്സ് വന്നിങ്ങനെ കുത്തിയതായിട്ട് എന്നോട് ചോദിക്കും, എന്തെങ്കിലും ഫീലുണ്ടോ, കോൾഡ് വെച്ച് എന്തെങ്കിലും ഫീലുണ്ടോ? എല്ലാം നോയാ, ഒന്നും യേസ് പറയാൻ എനിക്കില്ല, ഒന്നും ഞാൻ ഫീൽ ചെയ്യുന്നില്ല.
അപ്പം ഞാൻ പറഞ്ഞു, കർത്താവെ, ഞാനൊരു വീൽ ചെയറിൽ ഒരു ബെഡ് റിഡനായിട്ട് കിടക്കാനാണ് എൻ്റെ കർത്താവിന് ഇഷ്ടം. കർത്താവെ, എൻ്റെ കുഞ്ഞിനെ നീ ഒന്ന് ഓർത്തേ കർത്താവെ. ആ കുഞ്ഞ് എന്ത് ദ്രോഹം ചെയ്ത് കർത്താവെ, അവൾക്ക് വേണ്ടിയെങ്കിലും നീ എൻ്റെ ജീവനെ അങ്ങ് എടുക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട്, പക്ഷെ ഞാൻ ആരോടും ഒന്നും പറയത്തില്ല, ഒരു പരാതിയും പറയാതെ നിന്ന്. സാജാൻ വരും, എല്ലാ ദിവസവും വരും, എന്നോട് അടുത്തിരിക്കും, പ്രാർത്ഥിക്കും. ഞങ്ങളുടെ പാസ്റ്റർ എല്ലാ ദിവസവും രാവിലെ വരും, പ്രാർത്ഥിക്കും. അങ്ങനെ വരും. പക്ഷെ ഞാൻ ആരോടും ഒന്നും പറയത്തില്ല, മിണ്ടാതെ എൻ്റെ ഹൃദയത്തിൽ പ്രാർത്ഥന മുഴുവനും എനിക്കങ്ങ് നിത്യതയിൽ പോകണം, കർത്താവിൻ്റെ അടുത്ത് പോകണം, ഇത് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു കസിനുണ്ട്, പുള്ളി ഒരു പ്രവാചകനാണ്, പാസ്റ്ററായിട്ട് ഫിലദൽഫിയയിൽ പഠിക്കുക. പുള്ളിയുടെ കൂടെ വേറൊരു ദൈവദാസനും കൂടെ ഒരു 11:30 മണി ആയപ്പോൾ എന്നെ കാണാൻ വരിക. അവർ കാണാൻ വന്നിട്ട് പറഞ്ഞ്, എന്നെ വിളിച്ച്, ജെസിമോളെ എന്താ പറയുന്നതെന്ന് ചോദിച്ചു. ഞാൻ ഒന്നും ഒന്നും പറഞ്ഞു, ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ നീ അങ്ങ് തിരിച്ചു പോകണം, പിന്നെ എന്നെങ്കിൽ ട്രാഫിക് ആകുന്നതിന് മുമ്പ് ഞങ്ങളങ്ങ് പോവുക, ഒന്ന് കാണാൻ വന്നതാ, പ്രാർത്ഥിച്ചിട്ട് പോകാന്ന് പറഞ്ഞ് എൻ്റെ കസിൻ്റെ ഹസ്ബൻഡ് എൻ്റെ തലയിലോട്ട് കൈവച്ചു. മറ്റേ പാസ്റ്റർ എൻ്റെ കാലിൻ്റെ അവിടോട്ട് കൈവച്ചിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയെ. ഞാൻ പറയട്ടെ പാസ്റ്ററെ, എനിക്കറിയത്തില്ല എത്ര വോൾട്ട് ഇലക്ട്രിസിറ്റി ആണെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. വലിയൊരു ശക്തി എൻ്റെ ഉച്ചി മുതൽ എൻ്റെ ഉള്ളംകാല് വരെ ഒരു വലിയൊരു വ്യാപാരം. സ്തോത്രം. ഞാൻ അതുപോലെ ഒരിക്കലും അതിന് മുമ്പും പിൻപും അനുഭവിച്ചിട്ടില്ല. എന്നാൽ അതുപോലെ ഒരു ചെറിയ അനുഭവം പറയാനുള്ള, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച സമയത്ത് അതുപോലെ ഒരു ശക്തി എൻ്റെ മേൽ വന്നു. പക്ഷെ അത്ര മാത്രം ഇല്ലായിരുന്നു. ഇത് അതിനേക്കാളും ഓവർടേക്ക് ചെയ്യത്തക്ക രീതിയിലൊരു ശക്തി എൻ്റെ മേൽ പകർന്നു കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ ഉള്ളിൽ പറഞ്ഞ്, എഴുന്നേറ്റ് നടക്കാം. എനിക്ക് എഴുന്നേറ്റ് നടക്കണം. അപ്പോഴത്തേക്കിന് ഞാൻ ആകപ്പാടെ ഒരു ഇതായി. എനിക്ക് എഴുന്നേറ്റ് നടക്കണം. ഇവര് പ്രാർത്ഥിക്കുക. ഇവരൊന്ന് പ്രാർത്ഥന നിർത്തിയിട്ട് വേണം പറയാൻ എനിക്ക് എഴുന്നേറ്റ് നടക്കണമെന്ന്. പ്രാർത്ഥിച്ച് ആമേൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അച്ചായ എനിക്ക് എഴുന്നേൽക്കണം. ഞാൻ പറഞ്ഞു, അയ്യോ, ഞങ്ങൾക്ക് അങ്ങനെ എഴുന്നേൽപ്പിക്കാൻ ഒക്കത്തില്ല. അവര് ഡോക്ടേഴ്സിനോടൊന്നും ചോദിക്കാതെ ഞങ്ങൾക്ക് എഴുന്നേൽപ്പിക്കാൻ ഒക്കത്തില്ല. ഞാൻ നേഴ്സിനെ വിളിക്കാം. കാര്യം ഞാൻ റൂമിലാകുമ്പോൾ എൻ്റെ അടുത്ത് ബട്ടൺ വെച്ചിട്ടുണ്ട്, നേഴ്സിനെ ഒക്കെ വിളിക്കാം. ഞാൻ പക്ഷെ ആരെയും വിളിക്കാറില്ല, ഒന്നും ചോദിക്കാറില്ല, അവിടെ കിടക്കാറേ ഉള്ളൂ. അവർ വരുമ്പോൾ ചോദിക്കും, സംസാരിക്കുക എന്നല്ലാതെ ഞാൻ ആരെയും ഡിസ്റ്റർബ് ചെയ്യുക കൂട്ടത്തിലല്ല. കാര്യം മിക്കവാറും ഒത്തിരി സഹോദരി സഹോദരന്മാർ ഞങ്ങളുടെ ചർച്ചിലെയും ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടും ഉള്ളവരൊക്കെ ഇങ്ങനെ വന്ന് എപ്പോഴും എന്നെ കണ്ടുകൊണ്ടിരിക്കും, ആൾക്കാർ എപ്പോഴും വരുന്നുണ്ട്. അപ്പം നേഴ്സിനെ പോയി വിളിച്ചുകൊണ്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് നടക്കാൻ പറ്റും, എനിക്ക് എൻ്റെ കാലനക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്കൊന്നും ചെയ്യാനൊക്കത്തില്ല, നിൻ്റെ ഡോക്ടറെ വിളിക്കട്ടെ, നിൻ്റെ ഡോക്ടർ വന്ന് നിന്നെ ചെക്ക് ചെയ്തിട്ട് പറയാം. അപ്പം പറഞ്ഞു, നിൻ്റെ ഡോക്ടർ ഈ ആഴ്ച വെക്കേഷൻ പോയി, പക്ഷേ അതിന് കവറിങ് ഒരു ഡോക്ടറുണ്ട്, പുള്ളിക്കാരൻ വരും. ഏകദേശം 2 മണിയായപ്പോൾ ആ ഡോക്ടർ വന്നപ്പോൾ എന്നും ചെയ്യുന്നത് പോലെ തന്നെ പുള്ളിക്കാരൻ ഒരു ഒബ്ജക്റ്റ് എടുത്ത് എൻ്റെ കാലെ കുത്തി. ഞാൻ പറയും, കാലെ കുത്തി. ഞാൻ പറയും, പെട്ടെന്ന് ഞാൻ കാല് വലിച്ചു. എന്നോട് ചോദിച്ചത് ഫീൽ ചെയ്തു. ഞാൻ പറയും, ഫീൽ ചെയ്തു. എന്താ ഫീൽ ചെയ്യാൻ? പറയും, എന്തോ വെച്ച് എന്നെ കുത്തി. അത് കഴിഞ്ഞ് കോൾഡ് വെച്ച്. ഞാൻ പറയും, തണുപ്പ, ചൂട്. അപ്പം അപ്പം മനസ്സിലായി. അപ്പോൾ അവർക്ക് തന്നെ ഒരു ഭയങ്കര വണ്ടർ, ഇതെന്തോ സംഭവിച്ചു ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ ബാക്ക് സൈഡിലും തുടഭാഗത്തും ഒക്കെ പിന്നെയും നംനെസ് ഉണ്ട്. എങ്കിലും അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് എഴുന്നേറ്റിരിക്കണം, നടക്കണം. അപ്പോൾ അവർ പറഞ്ഞു, നിന്റെ സ്പൈനൽ കോഡ് സർജറി കഴിഞ്ഞ് നീ കിടക്കുക, 3 മാസത്തോളം കിടന്നേ പറ്റത്തുള്ളൂ, നീ എഴുന്നേക്കാനൊക്കത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു, അല്ല, ഞാൻ ഹീലായി, എനിക്ക് നടക്കാം. അപ്പോൾ അവർ ഡോക്ടേഴ്സ് സൈഡേ പറയത്തുള്ളൂ. ഞാൻ പറഞ്ഞു, അല്ല, എനിക്ക് നടക്കണം. പറഞ്ഞു, അങ്ങനെ ഉണ്ടെങ്കിൽ നിനക്കൊരു ബ്രേസ് ഉണ്ടാക്കാം, ആ ബ്രേസ് ഇട്ടിട്ട് നിന്നെ എഴുന്നേൽപ്പിക്കാം. ആ ഒരു ബ്രേസ് എനിക്ക് വേണ്ടി ഉണ്ടാക്കി, എൻ്റെ അളവിലുണ്ടാക്കി എനിക്ക് തന്ന് ചില ദിവസങ്ങൾക്ക് ശേഷം അതിട്ട് എന്നെ എഴുന്നേൽപ്പിച്ചിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോഴത്തേക്കും ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഞാൻ നിൻ്റെ അടുത്ത് വരാൻ ആഗ്രഹിച്ചെങ്കിലും നീ എന്നെ സൗഖ്യമാക്കിയത് എനിക്ക് ഭയങ്കര സന്തോഷം. ദൈവത്തിന് ഭയങ്കര സ്തുതി, സ്തോത്രം. അപ്പം ഞാൻ സാജാൻ വരുമ്പോഴെല്ലാം പറയും, നമുക്ക് പിന്നെ അന്നെങ്കിൽ ചില ദിവസങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കണം, ദൈവസന്നിധി മടങ്ങി വരണം, ആദ്യം ഇതിലേക്ക് പോകണം. എനിക്ക് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് കുഞ്ഞിനെ ഒന്ന് കാണണം, കുറേ ദിവസങ്ങളായിപ്പോൾ, ഞാൻ ഏകദേശം 3 ആഴ്ചക്കാലം കഴിഞ്ഞു പോയി, കുഞ്ഞിനെ കണ്ടില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് ഞാൻ എന്നോട് പറയും, കുഞ്ഞിനെ കൊണ്ടുവരാം. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞ് എന്നെ ബ്രേസ് ഇട്ടിട്ട് എന്നെ എഴുന്നേൽപ്പിച്ച് നേഴ്സും ഡോക്ടറും ആ ബ്രേസ് ഉണ്ടാക്കി അളവെടുത്തുകൊണ്ട് പോയ അവരെല്ലാം കൂടെ 3-4 പേരുണ്ട്. എഴുന്നേൽപ്പിച്ച് എന്നെ ബെഡ് എത്തിയിട്ട് പറഞ്ഞു, ഒക്കെ നിനക്കല്ലേ എഴുന്നേറ്റ് നടക്കണ്ടേ, എഴുന്നേറ്റ് നടക്കാമെന്ന് പറഞ്ഞ് അവരെ പിടിച്ചപ്പോൾ ഞാൻ താഴോട്ട് നോക്കുമ്പോൾ ഭയങ്കര കുഴി. ഞാനോർത്ത് നേരെ നോക്കുമ്പോൾ എനിക്ക് മുഖം കാണാം, എല്ലാവരെയും കാണാം, എഴുതിയത് കാണാം, വായിക്കാം, എല്ലാം ചെയ്യാം. പക്ഷെ താഴോട്ട് നോക്കുമ്പോൾ കുഴി.
ഞാൻ പറഞ്ഞു എനിക്കൊക്കത്തില്ല, ഭയങ്കര കുഴിയാ, എനിക്ക് താഴ്ഭാഗം കാണാൻ പറ്റുന്നത്. അപ്പം ഞാനോർത്ത് കർത്താവേ, എൻ്റെ കണ്ണിന് എന്തെങ്കിലും സംഭവിച്ചോ, എന്താണ്, ഞാൻ താഴോട്ട് നോക്കുമ്പോൾ കുഴി. അപ്പോൾ അവർ പറഞ്ഞു കുഴി. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, നീ എൻ്റെ കാല് കാണുന്നില്ലയോ, നീ എൻ്റെ ഷൂസ് കാണുന്നില്ലയോ, നീ എൻ്റെ ഷൂസേലോട്ടൊന്ന് ചവിട്ടാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് നിന്റെ ഷൂസ് കാണാൻ പറ്റുന്നില്ല. ഞാൻ നോക്കുമ്പോൾ അങ്ങ് അവരുടെ കാല് കാണാൻ പറ്റുന്നില്ല, കുഴി. അവര് തന്നെ പറഞ്ഞു, അല്ല നീ വിഷമിക്കണ്ട, ഞങ്ങൾ ഇത്രയും പേരുണ്ട്, ഞാനൊരു കൊച്ചു പേഴ്സണാ, നിന്നെ ഞങ്ങൾ പിടിച്ചാൽ മതി, നീ വീഴത്തില്ല, ഇവിടെ വീൽ ചെയർ ഉണ്ട്, നിന്നെ ഇവിടുന്ന് എഴുന്നേൽപ്പിച്ച് ഈ വീൽ ചെയറിലോട്ട് ഇരുത്താൻ പോവാ. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക ഞങ്ങളുടെ പാസ്റ്റർ വരുന്നു. പാസ്റ്റർ കണ്ട് ഭയങ്കര സന്തോഷം. പാസ്റ്റർ പ്രൈസിലോട് സ്തോത്രം പറഞ്ഞ് എൻ്റെ കൈക്ക് പിടിച്ചു. അന്നേരം ഞാൻ അങ്ങ് എഴുന്നേറ്റ് അങ്ങ് നിന്നു. ഞാൻ അവിടെ അങ്ങ് നിന്നു. അത് ഭയങ്കര ഒരു അത്ഭുതം. അപ്പൊ എന്നോട് പറഞ്ഞു, എന്തുവാ പറഞ്ഞത്? എനിക്കങ്ങ് മരിച്ചു പോയാൽ മതിയെന്നല്ലേ? ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞിനെയും കൊണ്ട് ചർച്ചിൽ വരുന്ന ഒരു ദർശനമാ ദൈവം എന്നെ കണ്ട. ഭയങ്കര സന്തോഷം. അങ്ങനെ അവിടെ നിന്ന് എന്നെ റീഹാബിലോട്ട് മാറ്റി, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. പിന്നെ ഡോക്ടേഴ്സ് പറയുന്നുണ്ട് ബ്രേസ് ഇട്ട് ചെറിയ ചെറിയ വീൽ ചെയറിൽ ഏകദേശം 3 മാസത്തോളം വീൽ ചെയറിൽ ഇരിക്കേണ്ടി വന്നു. എങ്കിലും എനിക്കറിയാം, എൻ്റെ ഉള്ളിലറിയാം എനിക്ക് നടക്കാം. പക്ഷെ എല്ലാവരും എന്നെ റിസ്ട്രിക്റ്റ് ചെയ്യുക, ഫാമിലിയും അതുപോലെ പിന്നെ ഡോക്ടേഴ്സ് എല്ലാവരും എന്നെ റെസ്ട്രിക്ഷനാണ്. പക്ഷെ എനിക്ക് നടക്കാം, എനിക്കങ്ങ് നടക്കണം. പക്ഷെ അവർ സമ്മതിക്കത്തില്ല. കാര്യം എനിക്കറിയാം ദൈവം എന്നെ സൗഖ്യമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി എനിക്ക് ഡൗട്ടില്ല. അവിടുന്ന് ഞാൻ അപ്പോഴേ വീട്ടിൽ, ഞങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽ സ്റ്റെപ്പുണ്ട്, വീൽ ചെയർ ആക്സസ് ഇല്ല. അപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ വീട്ടിലോട്ട് പോയി. അങ്ങനെ നവംബർ 19 ഞാൻ എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പോയ ഞാൻ പിന്നെ തിരിച്ചു പോകുന്നത് ഏപ്രിൽ 15 നെക്സ്റ്റ് ഇയറിലാണ് എൻ്റെ വീട്ടിലോട്ട് പോകുന്നത്. അത്രയും നാൾ ഞാൻ ഹോസ്പിറ്റലും വീൽ ചെയറും ഒക്കെ ആയിട്ട് ബ്രദറിൻ്റെ വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. കുഞ്ഞ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിനെ എടുക്കുമ്പോൾ അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം ഈ ബ്രേസ് ഇട്ടുകൊണ്ട് അവളെ എടുക്കുമ്പോൾ അത് ഹാർഡാ, തട്ടുമ്പോൾ അവൾക്ക് വേദനിക്കും. അപ്പോൾ എന്നാലും എനിക്ക് ഭയങ്കര സന്തോഷം. അവിടെ എൻ്റെ അമ്മയെടുത്ത് എൻ്റെ അടുത്ത് വെച്ച് കളിപ്പിച്ച് ഞങ്ങളിങ്ങനെ ഇരിക്കും. അപ്പോൾ പെട്ടെന്ന് എനിക്ക് സമയങ്ങൾ അങ്ങ് പോയി. ദൈവസന്നിധി ഭയങ്കര സന്തോഷം. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ മുന്നോട്ടുള്ള യാത്രയിൽ അപ്പം അങ്ങനെ എന്നെ ആ വലിയ മരണത്തിൽ നിന്ന് എന്നെ ദൈവം നീക്കുപോക്ക് തന്ന് രക്ഷിച്ചു. ദൈവസന്നിധിയിൽ കൂടുതൽ അടുക്കുവാനും കൂടുതൽ ദൈവത്തെ സ്നേഹിക്കുവാനും ഒക്കെ സഹായിച്ചു. അതിനുശേഷമായിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ, പിന്നെ ഒരു കുഞ്ഞുങ്ങളുണ്ടാകുന്നതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്നോട് ആ സ്പൈൻ സർജൻ ചോദിച്ചു, നിനക്ക് ദൈവം ഒരു കുഞ്ഞിനെ തന്നിട്ടില്ലയോ? എത്രയോ പേർക്ക് കുഞ്ഞുങ്ങളില്ല, നിനക്കൊരു കുഞ്ഞില്ലേ, ഈ ഒരു കുഞ്ഞ് പോരെ നിനക്കത് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അല്ല, എനിക്ക് പിന്നെ അന്നെങ്കിൽ ഒരു കുഞ്ഞും കൂടെ, എൻ്റെ ഒരു കുഞ്ഞല്ലേ ഉള്ള, ഒരു കുഞ്ഞും കൂടെ ഇല്ല. അത് തന്നെയല്ല, എൻ്റെ ആ സെക്ഷനിൽ എനിക്ക് പ്രോബ്ലം വന്നതുകൊണ്ട് ഈ സ്പൈനൽ കോഡ് ഇഞ്ചുറി ആയതുകൊണ്ട് നിൻ്റെ ശരീരത്തിന് നിനക്ക് ഒരു കുഞ്ഞിനെ കൂടി ഇനി വഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ബി ഹാപ്പി, നിനക്കൊരു കുഞ്ഞുള്ളത് സന്തോഷിക്കുക. അല്ല, എന്നിട്ട് പറഞ്ഞ് നിനക്കങ്ങ് ഒരു കുഞ്ഞും കൂടെ വേണമെന്നുള്ള ഭയങ്കര ഇതാണെങ്കിൽ ഒരാളെ പോയി അഡോപ്റ്റ് ചെയ്യാൻ പറഞ്ഞു. എത്രയോ കുഞ്ഞുങ്ങൾ മാതാപിതാക്കന്മാരില്ലാത്തവരായിട്ടുണ്ട്, ഒരാളെ പോയി അഡോപ്റ്റ് ചെയ്യാൻ ഡോക്ടർ പറഞ്ഞു. ഓക്കെ. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞതും ഒക്കെ കേട്ട് ഞാൻ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആദ്യം അത് കേട്ടപ്പോൾ എനിക്കൊരു വിഷമം തോന്നി. രണ്ടാമത് ഇപ്പം അത് നോക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കുഞ്ഞിനെ കാണാൻ ഒരാളുടെ വീട്ടിൽ പോയപ്പോൾ എൻ്റെ മോക്ക് അന്ന് 3 വയസ്സുണ്ട്, മൂത്ത മോക്ക്. അപ്പോൾ അവള് ചോദിച്ചു, ആൻറ്റി, കുഞ്ഞിനെ ഞാനൊന്ന് എടുക്കട്ടെ എന്ന് അവൾ ചോദിച്ചു. ഞാൻ കൊണ്ടുപോട്ടെ എന്ന്. അപ്പോൾ പുള്ളിക്കാരത്തി എടുത്തപ്പോൾ പറഞ്ഞു, നീ നിന്റെ മമ്മിയോട് പറ ഒരു കുഞ്ഞൂടെ, ഒരു ബേബിയെ തരാനെന്ന്. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര വിഷമമായിപ്പോയി. ഭയങ്കര വിഷമമെന്ന് വെച്ചാൽ ഭയങ്കര വിഷമം. അന്നേരം എനിക്ക് ഭയങ്കര സങ്കടം തോന്നി, കരഞ്ഞു. ഞാൻ പറഞ്ഞു, കർത്താവേ, മനുഷ്യർ എന്നെ എന്തിനാ ഇങ്ങനെ നിന്ദിക്കുന്നത്? എനിക്കുണ്ടായ ഈ ആപത്തിൽ നീ എനിക്ക് വിടുതൽ തന്നു, സൗഖ്യം തന്നു, ദൈവത്തിൻ്റെ സാക്ഷിയായി ഞാൻ നിൽക്കുന്നു. അപ്പോൾ എനിക്ക്, കർത്താവേ, നിനക്ക് പ്രവർത്തിക്കാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ ഡിസൈഡ് ചെയ്തു. ഞാൻ ഡോക്ടറോട് പറഞ്ഞു. ഡോക്ടറിനോട് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, യാതൊരു കാരണവശാലും നോ വേ എന്നാ പറഞ്ഞത്. അപ്പം ഞാനൊരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കണ്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മറ്റുള്ള ഡോക്ടേഴ്സ് പറയുന്നത് നീ ലിസൺ ചെയ്യുക, ഇതിൻ്റെ ആവശ്യം നിനക്കൊരു ബേബി ഉണ്ടല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ഇവിടുന്ന് ചർച്ചിൽ നിന്ന് ഒരു ട്രിപ്പ് പോയപ്പോൾ ഞാനും പോയിട്ടുണ്ട്. പോകുന്ന സമയത്ത് ഇതുപോലെ എനിക്ക് ഭയങ്കര ബാക്ക് പെയിനും സ്റ്റൊമക്ക് പെയിനും ഒക്കെ. അപ്പോൾ എന്തുവാണെന്ന് അറിയത്തില്ല. അപ്പോൾ എനിക്ക് പെയിൻ മെഡിക്കേഷനൊക്കെ ഞാൻ ചിലതൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ആ പെയിൻ മെഡിക്കേഷൻ എടുത്തു. പക്ഷേ ഞാൻ ആരോടും ഒന്നും പറയുന്നില്ല. കാര്യം ഞാൻ കാരണം ഒരു ട്രിപ്പ് മുടങ്ങരുതല്ലോ, അല്ല ഒരാൾക്കൊരു പ്രയാസം വരല്ലോ, അത് മിണ്ടാതെ ഞാൻ പോയി. മെഡിസിനൊക്കെ എടുത്തു, പോയി അവിടെ കഴിഞ്ഞു, എല്ലാം വന്നേച്ച് ഞാൻ തിരിച്ച് പിന്നെയും ജോലിക്ക് പോയായിരുന്നു. അപ്പോൾ ഞാൻ ജോലി ചെന്നപ്പോൾ ഞാൻ ലാബിലാണ് ജോലി ചെയ്യുന്നത്.
അപ്പോൾ ലാബിൽ ജോലി ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ഒരു കോവർക്കറുണ്ട്, ഒരു സ്പാനിഷുകാരത്തിയാണ്. പക്ഷേ ഭയങ്കര ഒരു പിന്നെ വിശ്വാസിയാണ് അവൾ. അവൾ എന്നോട് പറഞ്ഞു, നിന്റെ ഒരു കാര്യം ചെയ്ത് നിന്റെ ബ്ലഡ് ഇങ്ങോട്ടതാ. ഞാൻ പറഞ്ഞു, എന്തിനാ എൻ്റെ ബ്ലഡ് നീ എടുക്കുന്നത്? പറഞ്ഞു, എനിക്കത് ചെക്ക് ചെയ്യാനാ. ഞാൻ പറഞ്ഞു, നീ എന്തുവാ ഡോക്ടർ അല്ലല്ലോ? പറഞ്ഞു, അത് നീ അറിയേണ്ട കാര്യം എന്നാന്ന് പറഞ്ഞിട്ട് അവൾ ഫോഴ്സ്ഫുള്ളായിട്ട് എന്നോട് പിടിച്ചോണ്ട് പോയി എൻ്റെ ബ്ലഡ് എടുത്തു. ഞാൻ ചോദിച്ചു, നീ പിന്നെ അന്നെങ്കിൽ ബ്ലഡ് ഞാൻ നിന്നോട് പിന്നെ പറയാം എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇപ്പം അങ്ങനെയൊന്നും പറ്റത്തില്ല. അന്ന് ഞങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പം ഇങ്ങനെ ലാബിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവൾ എൻ്റെ ബ്ലഡ് എടുത്ത് ചെക്ക് ചെയ്ത് ഇച്ചിരി കഴിഞ്ഞ് ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചേച്ച് കൺഗ്രാജുലേഷൻ മാമ എന്ന്. ഞാൻ പറഞ്ഞു, നീ എന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞു, കൺഗ്രാജുലേഷൻ, നീ എക്സ്പെക്ട് ചെയ്യുന്നു, അതാ നിന്റെ ഈ പ്രോബ്ലം മുഴുവൻ, നിന്റെ ബാക്ക് പെയിനും നിന്റെ സ്റ്റമക്ക് പെയിനും നിന്റെ ഈ പിന്നെ നോഷിയായും എല്ലാം ഇതിൻ്റെതാ. നീ എന്താ ഡോക്ടറെ പോയി കാണാൻ? ഞാൻ പറഞ്ഞു, ഇല്ല, നോ വേ, എനിക്ക് പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, നീ പോയി ചെക്ക് ചെയ്യാൻ. അന്ന് തന്നെ ഞാനൊരു ഗൈനക്കോളജിസ്റ്റിനെ വിളിച്ച് നെക്സ്റ്റ് ഡേ പോയി ചെക്ക് ചെയ്തപ്പോൾ കൺഫേംഡ്. ഞാൻ എക്സ്പെക്ട് ചെയ്യുക. അപ്പം എന്നോട് പറഞ്ഞു, നിന്റെ സ്പൈൻ സർജനെ വിളിക്കണം, കാര്യം സംസാരിക്കണം. അത് തന്നെയല്ല, അതിന് ഈ ഞാൻ ട്രിപ്പ് കഴിഞ്ഞ് വന്ന് എനിക്ക് ഈ ബാക്ക് പെയിൻ ആയതുകൊണ്ട് ഞാൻ എൻ്റെ സ്പൈൻ സ്പെഷ്യലിനെ വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുത്ത് പോയി കണ്ടപ്പോൾ എക്സ്റേ എടുക്കുന്നതിന് മുമ്പ് എന്നോട് ചോദിച്ചു, നീ പ്രഗ്നൻ്റ് ആണോ? ഞാൻ പറഞ്ഞു, നോ. അപ്പോൾ അവരെൻ്റെ എക്സ്റേയും എടുത്തു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാനൊരു മെഡിസിൻ തരാം, അതെടുക്കാൻ പറഞ്ഞു. ഞാൻ ആ മെഡിസിനും എടുത്തു. അപ്പം ഡോക്ടർ, എൻ്റെ ഗൈനക്കോളജിസ്റ്റ് വിളിച്ചിട്ട് ഡോക്ടറോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെയാ കാര്യങ്ങൾ. അപ്പം പറഞ്ഞു, നോ, ഷീ കനോട്ട് ഹാവ് ദാറ്റ് ബേബി. അന്ന് ആ ഉത്തരം കിട്ടിയത്. അപ്പം എന്നോട് പറഞ്ഞു, ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ ഈ വിവരം എൻ്റെ ഫാമിലിയിലുള്ളവരോടോ ഒരു മനുഷ്യരോടും പറയുന്നില്ല. എനിക്കും സാച്ചാനും എൻ്റെ ഈ കോവർക്കറിനും ഡോക്ടേഴ്സിനും ദൈവത്തിനും അല്ലാതെ വേറെ ആർക്കും ഈ വിഷയം അറിയത്തില്ല. കാര്യം ഇത് അറിഞ്ഞാൽ എല്ലാവരും, എനിക്കറിയാം, ഡോക്ടേഴ്സിനോടൊപ്പം നിൽക്കും. ആരും എൻ്റെ സൈഡിൽ നിൽക്കത്തില്ലെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ ഉടനെ തന്നെ ഓർത്തു, ആരോടും ഇപ്പം പറയുന്നില്ല, അപ്പം മുന്നോട്ട് പോട്ടെ എന്നുള്ള രീതിയിൽ. അപ്പോൾ എന്നൊക്കെ എന്നും ഡോക്ടേഴ്സ് അപ്പോയിൻമെൻറ്റ് ചെല്ലുമ്പോൾ എന്നോട് ചോദിക്കുക, എന്നോട് പറയുന്നത്, യു ഹാവ് ടു അബോർട്ട് ദിസ് ബേബി, ഈ ബേബി അബോർഷൻ ചെയ്യണം. ഞാൻ പറഞ്ഞു, ഇല്ല, എന്ത് വന്നാലും ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനെ അവരെനിക്കൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. അപ്പോൾ അത് പോസിറ്റീവായിട്ട് കണ്ടിട്ട് അവർ പറഞ്ഞു, പിന്നെ ഇവിടുന്ന് ഇതെടുത്ത് ചെയ്യണം, അമ്നോട്ടിക് ഫ്ലൂയിഡ് എടുത്ത് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ടെസ്റ്റ് ചെയ്തിട്ട് പറയാം. അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പം പറഞ്ഞു, നിനക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ഒന്നെങ്കിൽ ഡൗൺ സിൻഡ്രോം, അല്ലെ ഓട്ടിസം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അംഗവൈകല്യം ഉള്ളൊരു കുഞ്ഞായിരിക്കും. നിനക്ക് വേണോ ഇങ്ങനെ ഒരു കുഞ്ഞിനെ? നീ ഇത് ടു ലേറ്റ് ആയിട്ടില്ല, നീ 4 മന്ത് ആകുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ജീവൻ പോയാലും വേണ്ടിയില്ല, എന്താണേലും. അപ്പോൾ അവരെനിക്കൊരു ഫോം ഉണ്ടെന്ന് ഞാൻ സൈൻ ചെയ്ത് കൊടുക്കണം. ഞാനത് സൈൻ ചെയ്ത് കൊടുത്തു. എന്ത് വന്നാലും ഞാൻ സഹിച്ചോളാം എന്ന് പറഞ്ഞ് അവരെന്നോട് പറഞ്ഞു, കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി എന്നുള്ള അത് ഞാൻ സൈൻ ചെയ്ത് കൊടുത്തു. അങ്ങനെ പിന്നെ മുന്നോട്ട് പോവുക. അപ്പം ഞാൻ എൻ്റെ ഫാമിലിയിൽ എൻ്റെ ബ്രദേഴ്സിൻ്റെ സിസ്റ്റർ ഇൻ ലോസിനോടൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ വേറെ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ വേറെ ഒന്നും ആരോടും പറഞ്ഞിട്ടില്ല. കാര്യം എനിക്കറിയാം, പറഞ്ഞാൽ അവരെല്ലാം മെഡിക്കൽ സയൻസിനോടൊപ്പം നിൽക്കുമെന്നുള്ളത് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഞാൻ ദൈവസന്നിധിയിൽ ഞാൻ ആ സമയങ്ങളിലൊക്കെ പിന്നെയും ഞാൻ ദൈവത്തോട് ഭയങ്കരമായിട്ട് അടുത്ത് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. രാപ്പകലില്ലാതെ ഞാൻ എൻ്റെ വയറ്റത്ത് കൈവച്ച് സാഹചര്യം ഞങ്ങൾ രണ്ടുപേരും കുഞ്ഞിനെ, മൂത്ത മോളെ അവിടെയോടും പറയും, മോന് ബേബി കൈവച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ അവളും, ദൈവമേ നല്ലൊരു ബേബിയെ തരണേ എന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ ഞങ്ങളുടെ ഈ ചർച്ചിലുള്ള ഒരു അങ്കിള് ഇതിനു മുമ്പ് ഒരു സാക്ഷ്യം, തൻ്റെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ് അവർക്കൊരു കുഞ്ഞുണ്ടായപ്പോൾ ഇതുപോലെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായപ്പോൾ ദൈവസന്നിധി ചോദിച്ചു, കർത്താവെ, തൻ്റെ മക്കൾക്ക് കൊടുക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നത് നല്ലതിനെയല്ലേ കൊടുക്കത്തുള്ളൂ, പൊട്ടിയതും പറഞ്ഞതൊന്നും കൊടുക്കത്തില്ല. അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം ഞാൻ ഓർത്തുകൊണ്ട് അപ്പം ഞാൻ ഡോക്ടറോട് ഒരു ദിവസം ചോദിച്ചു, ഡോക്ടർക്ക് മക്കൾ വല്ലതും ഉണ്ടോ? അതുപോലെ എനിക്കൊരു കുഞ്ഞുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അവിടെ ബർത്ത്ഡേ വരുന്നോണ്ട് ഡോക്ടർ എന്തുമായിരിക്കും വാങ്ങിച്ചു കൊടുക്കുന്നത്? ഒരു ഡോള് വാങ്ങിച്ചു കൊടുത്താൽ ബ്രോക്കൺ ഡോളിനെ കൊടുക്കുമോ, അതോ നല്ലൊരു ഡോളിനെ വാങ്ങിച്ചു കൊടുക്കുമോ എന്ന് ചോദിച്ചു. അതിനോട് ചോദിച്ചു, എന്താ നീ അങ്ങനെ ചോദിച്ചേ? ഞാൻ പറഞ്ഞു, അല്ല, നിങ്ങളൊരു അപ്പനല്ലേ, ഒരു ഫാദറല്ലേ, നിങ്ങൾ നിങ്ങളുടെ മകൾക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ച് അവരുടെ ബർത്ത്ഡേക്ക് കൊടുക്കുമ്പോൾ ഒരു ബ്രോക്കൺ ഡോളിനെ വാങ്ങിച്ചു കൊടുക്കും? പിന്നെ ഒരിക്കലും വാങ്ങിച്ചു കൊടുക്കത്തില്ല. പിന്നെ എന്താ വാങ്ങിച്ചു കൊടുക്കുന്നത്? നല്ലൊരു ഡോളിനെ വാങ്ങിച്ചു കൊടുക്കത്തുള്ളൂ. ഞാൻ പറയാം, അങ്ങനെങ്കിൽ എൻ്റെ സ്വർഗസ്വനായ എൻ്റെ പിതാവുണ്ടല്ലോ, എനിക്കൊരു കുഞ്ഞിനെ തരുമ്പോഴേ പെർഫെക്റ്റ് കുഞ്ഞിനെ തരത്തുള്ളൂ. അതുകൊണ്ട് ഇനി മേലിൽ ഡോക്ടർ ഈ കാര്യങ്ങൾ എന്നോട് ഇനി സംസാരിക്കേ വേണ്ട. എന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല, എന്നെ നോക്കാൻ പറ്റത്തില്ലെങ്കിൽ ഞാൻ വേറെ ഡോക്ടറെ അടുത്ത് പൊക്കോളാം എന്ന് പറയും. പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം. പിന്നെ നീ ഓൾറെഡി പേപ്പറെല്ലാം സൈൻ ചെയ്ത് നീ ഓക്കെ ഇല്ലയോ? കുഴപ്പമില്ല. അപ്പം അങ്ങനെ ആയപ്പോൾ 6-ാം മാസത്തിൽ പ്ലസൻ്റ പ്രീവ്യൂ ആയി. എന്നോട് പറഞ്ഞു, നീ ഇനിയിപ്പം ബെഡ് റെസ്റ്റ് എടുക്കണം.
പിന്നെ ജസ്റ്റ് ബാത്റൂമിൽ പോവുക, ആഹാരം കഴിക്കുക, കിടക്കുക, വേറെ ഒന്നും ചെയ്യരുത്. അപ്പം മൂത്ത മോക്ക് അവൾക്ക് 4 വയസ്സുണ്ട്. അവള് നഴ്സറിയിൽ പോകുന്നുണ്ട്. അപ്പം ഞാൻ രാവിലെ അവളെ നഴ്സറിയിൽ കൊണ്ടുവിടും, പിക്കപ്പ് ചെയ്യും, ജോലിക്ക് പോകുന്നുണ്ട്. ചർച്ചിലെ ഒരു മീറ്റിങ്ങും ഞാൻ മുടക്കത്തില്ല. ഞാൻ വെള്ളിയാഴ്ച വൈകിട്ട് പകല് ഉണ്ടെങ്കിൽ ജോലി ഇല്ലെങ്കിൽ ഞാൻ അതിന് പോകും. സാറ്റർഡേ നൈറ്റ് മീറ്റിംഗ് പോകും, സൺഡേ സഭായോ എല്ലാം മീറ്റിങ്ങിന് പോകും. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ജോലി അങ്ങ് റിസൈൻ ചെയ്തു. ഓക്കെ, ഞാൻ ആദ്യം ചെയ്ത ജോലി കാര്യം മറ്റൊന്നിനെ പറ്റിയും ചിന്തിച്ചില്ല, ജോലി റിസൈൻ ചെയ്തു. അപ്പോഴും എന്നോട് ഡോക്ടർ ചോദിച്ചു, അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? വീട്ടിൽ കിടക്കുക, ബെഡിൽ കിടക്കുക. അപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞു അവളെ കൊണ്ട് ഒന്നും ചെയ്യിക്കല്ല, എല്ലാം ചെയ്ത് അവിടെ കൈ കൊടുക്കണം. അതും അന്നേരവും ഞാൻ ഈ പറഞ്ഞതിൻ്റെ കൂട്ട് ആരോടും ഒന്നും പറഞ്ഞില്ല. ഞങ്ങളുടെ അന്നത്തെ സെബാസ്റ്റ്യൻ്റെ അമ്മാമ്മയോട് പറഞ്ഞു, അമ്മാമ്മേ എനിക്കൊരു വിഷയമുണ്ടത്, പ്രാർത്ഥിക്കണമെന്ന്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ അറിഞ്ഞു ഞങ്ങളുടെ സഭയിലെ കുറേ സഹോദരിമാർ ബുധനാഴ്ച ദിവസം ഇപ്പം ചില ഭവനങ്ങളിൽ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ഞാൻ സഹോദരിമാരെ വിളിച്ചു പറഞ്ഞു, ഞാനും കൂടെ എന്നെ കൂടെ ഒന്ന് കൊണ്ടുപോകാമോ പ്രാർത്ഥനയ്ക്ക്? എല്ലാ വെനസ്ഡേ മീറ്റിങ്ങിന്, ഫ്രൈഡേ മീറ്റിംഗ്, സാറ്റർഡേ മീറ്റിംഗ്, സൺഡേ മീറ്റിംഗ്. ഡോക്ടർ പറഞ്ഞേക്കുന്നത് ബെഡ് എന്ന് അനങ്ങി പോയേക്കല്ലെന്ന്. ഞാൻ പക്ഷെ ഒരു മിനിറ്റ് ബെഡേ കിടന്നിട്ടില്ല. ഞാൻ എല്ലാ മീറ്റിങ്ങുകൾക്ക്, ഞാൻ വേറെ ഒന്നിനും പോകത്തില്ല, എല്ലാ മീറ്റിങ്ങുകൾക്കും പോകും, കുഞ്ഞിനെ സ്കൂളിൽ വിടും, പിക്കപ്പ് ചെയ്യും. ഇതാ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ആയി. പറഞ്ഞ ഡെലിവറി ഡേറ്റ് മെയ് പിന്നെ 2, ആദ്യം മെയ് 10 പറഞ്ഞു. പിന്നെ അവർ പറഞ്ഞു ഏർലി സി സെക്ഷൻ ചെയ്യാൻ ഒരു 2 ആഴ്ച മുമ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. മെയ് 2 സി സെക്ഷൻ സ്കെഡ്യൂൾ ചെയ്തു. കത്താനദാസിനെ ഞാൻ പറയട്ടെ, ആ 2-ാം തീയതി വെളുപ്പിന് എനിക്ക് സി സെക്ഷൻ 10 AM സെക്കൻഡ് സി സെക്ഷനാണ് വെച്ചിരുന്നത്. രാവിലെ വെളുപ്പിന് 4 AM ആയപ്പോൾ പെയിനായി. ഞങ്ങളിപ്പോൾ അടുത്തുള്ള ഹോസ്പിറ്റൽ പെട്ടെന്ന് പോയി. അവിടെ ചെന്നു. പിന്നെ 8 മണി ആയപ്പോഴത്തേനും എൻ്റെ സി സെക്ഷൻ കഴിഞ്ഞു. അപ്പോൾ എൻ്റെ സിസ്റ്ററിലോ വന്നു, പിന്നെ എൻ്റെ ബ്രദറിൻ്റെ മോള്, പിന്നെ സാജാനെ, എൻ്റെ കുഞ്ഞ്, എല്ലാവരും ഇവിടെ നിൽക്കുക. ഞാൻ പറയട്ടെ, ദൈവം തന്ന കുഞ്ഞെന്ന് വെച്ചാൽ അന്ന് ഇതേപോലത്തെ സോണോഗ്രാം ഒന്നുമില്ല, അപ്പം ഒന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു കുഞ്ഞിനെ. കുഞ്ഞിനെ തന്നെ അവളൊരു പെർഫെക്റ്റ് ഏഞ്ചലാ, ഒരു കുഴപ്പമില്ല. അപ്പം ഞാൻ എൻ്റെ സിസ്റ്ററിനോട് പറഞ്ഞു, അമ്മമ്മേ കുഞ്ഞിൻ്റെ കൈയും കാലും ഒക്കെ ഒന്ന് നോക്കിക്കേ, അവൾക്ക് 10 വിരലുണ്ടോ എന്നൊന്ന് നോക്കിയേരെ. അപ്പം പറഞ്ഞു അവൾക്ക് 10 വിരലുണ്ട്, എന്തുവാടി നീ അങ്ങനെ പറയുന്നത്? ഞാൻ പറഞ്ഞു അമ്മാമ്മ ഒന്ന് നോക്ക്. അവൻ പറഞ്ഞു നോക്കി. ഞാൻ പറഞ്ഞു അവൾക്ക് 10 വിരലുണ്ട്. ഞാൻ പറയും കുഞ്ഞിന് കണ്ണുണ്ടോ എന്ന് ചോദിക്കാൻ പറയും അവൾക്ക് കണ്ണും മൂക്കും എല്ലാം. പറഞ്ഞു നീ അവിടെ വാ കേട്ടില്ലയോ, നല്ല ശബ്ദത്തിൽ കുഞ്ഞ് കരയുന്നു. ഞാൻ പറഞ്ഞു അവൾക്ക് നല്ല 2 ലങ്സ് ഉണ്ട്, എനിവേ നല്ലോണം അവൾ കരയുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ എന്നെ കൊണ്ടുവന്ന് കുഞ്ഞിനെ കാണിച്ചു. അന്നേരം എനിക്ക് ഇവിടെ കൈയും കാലും ഞാൻ നോക്കുന്നത്, അവൾക്ക് കൈയും ഉണ്ട് കാലും ഉണ്ട്, ഒരു ടോസ് മിസ്സിങ്ങോ ഫിംഗർ മിസ്സിങ്ങോ ഒന്നുമല്ല. അപ്പോൾ അമ്മാമ്മ എന്നോട് പറഞ്ഞു ഇവളെ കണ്ടിട്ട് ഒരു നല്ല ക്യൂട്ട് ഏഞ്ചൽ പോലെ ഇരിക്കുന്നല്ലോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അന്നേരം അവിടെ നിന്ന് ദൈവത്തിന് സ്തോത്രം പറഞ്ഞു, കർത്താവേ എന്നോട് ഡോക്ടർ പറഞ്ഞത് ബെഡല്ലേ അനങ്ങാതെ കിടന്നോണമെന്ന്. പക്ഷെ ഞാൻ നിന്റെ സന്നദ്ധിയിൽ ഞാൻ ഒരു മീറ്റിങ്ങും മുടക്കാതെ ഞാൻ നിന്റെ സന്നിധിയിൽ പോയത് പ്രാർത്ഥിച്ചു. ഞാൻ അവളെ പ്രാർത്ഥിച്ചു വാങ്ങിച്ചു. ഞാൻ എന്നും എൻ്റെ വയറ്റിൽ കൈവച്ചിട്ട് പറയും, കർത്താവ് ഇതൊരു പെൺകുഞ്ഞാണേലും ആൺകുഞ്ഞാണേലും ഇവള് നിന്റെ സാക്ഷ്യത്തിനായിട്ട്, നിന്റെ നാമമഹത്വത്തിനായിട്ട് ഇവളെ ഉപയോഗിക്കണം. അവള് എത്ര പഠിച്ചെന്നോ എന്ത് വിദ്യാഭ്യാസം നേടിയെന്നോ ഒന്നും എന്നെ വിഷയമല്ല. ഇവള് നിന്റെ ഒരു സാക്ഷിയാകണം. അല്ലെ ഈ മകനാണേലും മകളാണേലും ഇതിന്റെ സാക്ഷിയാകണം. അതായിരുന്നു എൻ്റെ പ്രാർത്ഥന. അങ്ങനെ കുഞ്ഞ് ജനിച്ചു. അവളെ ദൈവം അനുഗ്രഹിച്ചു. ഞാൻ ആ ഫോട്ടോയിൽ കാണുന്ന പോലെ മിടുക്കിയായിരുന്നു അവള്. ചെറുപ്രായത്തിൽ അവൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അങ്ങനെ ദൈവം അടുത്ത ഒരു നീക്കുപോക്കും ഞങ്ങളുടെ ജീവിതത്തിൽ തന്നത്. അങ്ങനെ അവൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഫസ്റ്റ് ഗ്രേഡ് ഒക്കെ ആയപ്പോഴത്തേന് കുഞ്ഞിന് പഠിക്കാൻ അവൾക്ക് ചിരിയും കളിയും ഓട്ടവും ചാട്ടവും എപ്പോഴും അടങ്ങിയിരിക്കത്തില്ല. എപ്പോഴും അങ്ങ് ഓട്ടവും ചാട്ടവും കളിയുമാ. ഭയങ്കര ഹാപ്പിയാ അവളങ്ങ്, ഹൈപ്പറാ അവളങ്ങ്. അപ്പം വേറെ കുഴപ്പങ്ങളൊന്നും അവൾക്കില്ല. അപ്പം ഞാൻ മോനെ പഠിക്കുക വായിക്കുക, അപ്പം പഠിക്കത്തില്ല വായിക്കത്തില്ല, കളിച്ചാൽ മതി എപ്പോഴും. എപ്പോഴും കളിക്കണം. നെയ്ബർഹുഡിലുള്ള പിള്ളേരോടൊപ്പം എപ്പോഴും പോയി കളിക്കണം. ഒരു മിനിറ്റ് അടങ്ങിയിരുന്ന് പഠിക്കത്തില്ല. അപ്പം എൻ്റെ അവിടെ ഫസ്റ്റ് ഗ്രേഡ് ടീച്ചർ പറഞ്ഞു അവളെ സെക്കൻഡ് ഗ്രേഡിലോട്ട് പ്രൊമോട്ട് ചെയ്യാനൊക്കത്തില്ല, അവൾക്ക് പ്രോപ്പറായിട്ട് റൈറ്റ് ചെയ്യാനും റീഡ് ചെയ്യാനും അറിയത്തില്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം എൻ്റെ എൻ്റെ ഹൃദയം അങ്ങ് തകർന്നു. ഞാൻ പറയും കർത്താവേ, ഞാൻ നിന്നോട് ചോദിച്ചു വാങ്ങിച്ച കുഞ്ഞല്ലേ, അവളുടെ പേര് സോഫിയ, വിസ്ഡം. അവള് വിസ്ഡം അല്ലേ കർത്താവേ, നീ എനിക്ക് അവളെ തന്നതല്ലേ. അപ്പൊ അവൾക്ക് എന്താ എഴുതാനും വായിക്കാനും അറിയാൻ വയ്യാത്തത് കർത്താവേ? അവള് സംസാരിക്കുന്നുണ്ടല്ലോ കർത്താവേ, അവൾക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ. എനിക്ക് നീ അവളെ ദാനമായി തന്നതല്ലേ, ഞാൻ ചോദിച്ചു വാങ്ങിച്ചതല്ലേ, അവൾക്ക് എന്ത് പറ്റി കർത്താവേ?
അപ്പം ഞാൻ ടീച്ചറിനോട് പറഞ്ഞു, ഈ സമ്മറിൽ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ, സമ്മർ സ്കൂളുണ്ടോ? അവർ പറഞ്ഞു ഈ സ്കൂളില്ല, വേറൊരു സ്കൂളിലുണ്ട്, ഞാൻ അവളെ ആ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കട്ടെ, അവൾ അവിടെ വെച്ച് ജയിച്ചാൽ അവളെ സെക്കൻഡ് ഗ്രേഡിലോട്ട് പ്രൊമോട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങൾ എന്നും, ഞാൻ ഇന്ന് എന്നെ കേൾക്കുന്ന ശ്രോതാക്കളോട് പറയട്ടെ, ഏതെങ്കിലും നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടോ പ്രയാസമോ തോന്നിയാൽ നിങ്ങൾ വിഷമിക്കണ്ട, കുഞ്ഞിൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കുക. ഞങ്ങൾ ചെയ്ത അതാ. എന്നും അവൾ അറിയുന്ന പോലും ഇല്ല, ഞങ്ങൾ അവളെ എടുത്ത് ഉറങ്ങുമ്പോൾ മടിയിൽ വെച്ചിരുത്തി പ്രാർത്ഥിക്കും. വലുതായപ്പോൾ അവിടെ കിടക്കയിൽ പോയി അവിടെ തലേ ഞാനും സാച്ചാനും മാറി മാറി തലയെ കൈവച്ച് പ്രാർത്ഥിക്കും. അപ്പം അത് കഴിഞ്ഞ് അവൾ വളർന്നു വന്നപ്പോൾ പാസ്റ്റർമാരാരും വന്നാലും അവൾ പറയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. അപ്പൊ ചോദിക്കും എന്തിനു മോളെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും? എനിക്ക് മാത്ത് പഠിക്കണ്ട, എനിക്ക് പഠിക്കാൻ ബുദ്ധി തരാൻ പ്രാർത്ഥിക്കണേന്ന്. പക്ഷെ ഞാൻ പറയട്ടെ, അവൾ ഹൈസ്കൂള് പാസ് ചെയ്ത് 100-ലെ ടോപ്പ് ലെവലിൽ അവൾ പാസ്സായി ഹൈസ്കൂള്. അവിടുന്ന് അപ്പോൾ അവളെപ്പോഴും പറയും, ഞാൻ ചോദിക്കും മോളെ ഞാൻ അവളെ ഒരിക്കലും ഇന്നത് പോയി പഠിക്കണം, കോളേജിൽ ഇന്ന വിദ്യാഭ്യാസം നേടണമെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവള് കോളേജിൽ ഇപ്പം പോയപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, അവള് പറഞ്ഞു എനിക്ക് മാത്ത് പഠിക്കേണ്ട മമ്മി, കെമിസ്ട്രി പഠിക്കേണ്ട, ബയോളജി പഠിക്കേണ്ട. ഞാൻ പറഞ്ഞു പിന്നെ എന്താ എൻ്റെ കുഞ്ഞിന് പഠിക്കേണ്ടത്? എനിക്കൊരു എലമെൻ്ററി സ്കൂൾ ടീച്ചറാണ്. ഞാൻ പറഞ്ഞു ഓക്കെ, ആയാൽ മതി, അത് പോയി പഠിക്കാൻ പറഞ്ഞു. അങ്ങനെ അവൾ പൊളിറ്റിക്കൽ സയൻസ് പെട്ടെന്നൊരു തീരുമാനം എടുത്തു, പൊളിറ്റിക്കൽ സയൻസ് പഠിക്കാൻ. അപ്പം എനിക്കൊരാഗ്രഹമുണ്ട്, അവളോട് ചെറുപ്പം മുതലേ പറയുന്നത് നീ ദൈവവേല ചെയ്യണം, കാര്യം ഞാൻ നിന്നെ പ്രാർത്ഥിച്ചു വാങ്ങിച്ച ഒരു കുഞ്ഞാ, ദൈവനാമ മഹത്വത്തിന് വേണ്ടി നീ അനേകരുടെ മുമ്പിൽ സാക്ഷിയാകേണ്ടവളാ. അപ്പം നീ കുറെ ബൈബിൾ കൂടെ പഠിക്കണം, നീ സൺഡേ സ്കൂൾ പഠിക്കുന്നുണ്ട്, ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, നിനക്ക് വചനം അറിയാം, പക്ഷേ നീ ഒരു ഇച്ചിരി കുറെ തിയോളജി ഒക്കെ പഠിക്കണമെന്ന് പറഞ്ഞ് ഞാൻ അവളെ ഒരു ക്രിസ്ത്യൻ കോളേജിലെ ഒലിവറ്റ് നാസറി എന്ന് പറഞ്ഞ കോളേജിൽ അവളെ വിട്ടു. ഞാൻ പറഞ്ഞു നീ മേജർ പൊളിറ്റിക്കൽ സയൻസ് ആണെങ്കിലും മൈനർ നീ തിയോളജി പഠിക്കണമെന്നുള്ള ഇത് വെച്ച് അവളെ അവിടെ വിട്ടു. പക്ഷെ അവള് അവിടെ ചെന്നപ്പോൾ വേറെ മാറി ക്രിമിനൽ ജസ്റ്റിസ് ഒക്കെ പഠിക്കാൻ പോയി. അപ്പോഴും ഞാൻ അവളോട് പറയും, മോളെ ദൈവത്തിന് വേണ്ടി ഞാൻ നിന്നെ നേർന്നിരിക്കുക, നീ ദൈവവേല ചെയ്തേ പറ്റത്തുള്ളൂ, നീ എവിടെ പോയാലും ദൈവം പിടിച്ചോണ്ട് വരും, അതാണ് എൻ്റെ ആഗ്രഹം, മമ്മിക്ക് നീ വേറൊന്നും ആകണ്ട. അപ്പം അവൾ എന്നോട് എപ്പോഴും പറയും, മമ്മി പക്ഷെ ദൈവം എന്നെ വലിയ രീതിയിൽ ഉപയോഗിക്കാൻ പോകുന്നെങ്കിൽ എങ്ങനെ അറിയാം? ഞാൻ പറയാം അതെനിക്കറിയത്തില്ല. ഓക്കെ, അതുകൊണ്ട് മമ്മി വിഷമിക്കേണ്ട, ദൈവം എന്നെ ഉപയോഗിച്ചോളൂ, ഞാൻ എന്നെ മമ്മിയും ഡാഡിയും വളർത്തിയത് എങ്ങനെയാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഒന്നുകൊണ്ട് പേടിക്കുക. അപ്പം എൻ്റെ കുഞ്ഞുങ്ങളെ ചെറുപ്രായം മുതൽ എൻ്റെ അമ്മ എന്നിൽ പകർന്നു തന്ന അതേ രീതിയിലാണ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെയും വളർത്തിക്കൊണ്ട് വന്നുകൊണ്ടിരുന്നത്. അവരോട് എപ്പോഴും ബൈബിള് വായിക്കണമെന്നുള്ള ഒരു മസ്റ്റ്, ഒരു വാക്യം കാണാപ്പാഠം എന്നും പറഞ്ഞിരിക്കണം. സ്കൂളിൽ പോകുന്നതിന് മുമ്പ് അവർ ബൈബിള് വായിച്ച് ഒരു വാക്യം കാണാപ്പാഠം പറയും, അവർ പ്രാർത്ഥിക്കും, ഞങ്ങൾ അവരെ പ്രാർത്ഥിച്ചു വിടും, അല്ലാതെ അവർ പോകത്തില്ല. ഇപ്പോഴാണെങ്കിൽ പോലും അവർ വീടിന് വെളിയിൽ പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിട്ടേ പോകത്തുള്ളൂ. അവരിപ്പോൾ വണ്ടി ഡ്രൈവ് ചെയ്യും, വണ്ടി എടുക്കുന്നതിന് മുമ്പ് വണ്ടിയിൽ കയറി ഇന്ന് പ്രാർത്ഥിച്ചിട്ടേ അവർ പോകത്തുള്ളൂ. ഇപ്പോഴും ഞാൻ ചിലപ്പം ചോദിക്കും ഇന്നത്തെ വാക്യം ഏതാ പഠിച്ചതെന്ന് ചോദിക്കും, വാട്ട് ഇസ് ദ വേഴ്സ് ഓഫ് ദ ഡേ. അപ്പൊ അവർ പറയും ഞങ്ങളിപ്പോൾ വലിയ പിള്ളേരായി, മമ്മി ഇപ്പോഴും ചോദിച്ചോണ്ടിരിക്കുക. അപ്പൊ അവരെ പെട്ടെന്ന് വാക്യം ഞാൻ പറയാം, അത് നിങ്ങൾ വർഷങ്ങളായിട്ട് ഇങ്ങനെ റീസൈക്കിൾ ചെയ്യാതെ പുതിയ വാക്യങ്ങളൊന്നും കണ്ടില്ല എന്ന് ചോദിക്കും. പറയും ബൈബിള് മുഴുവനും വാക്യങ്ങളാ മമ്മി എന്നിങ്ങനെ അവരെൻ്റെ അടുത്ത് പറയും. അപ്പം ഞാൻ പറയാം അതാ ഐ നോ. അപ്പം അങ്ങനെ അവരെ ഞാൻ എപ്പോഴും എൻകറേജ് ചെയ്യും. പക്ഷെ അവരിപ്പോഴും അതിൽ ഞാൻ പറഞ്ഞില്ലെങ്കിലും അവർ ഈ കാര്യങ്ങൾ ഇപ്പോഴും ചെയ്യും. അപ്പം അവൾ ഈ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൾക്കൊരു ഇന്റേൺഷിപ്പ് ചെയ്യേണ്ട ഇത് വന്നു, അവളുടെ പൊളിറ്റിക്കൽ സയൻസിൽ. അപ്പം ഞാൻ പറഞ്ഞു മോളെ, അപ്പോൾ അവൾ പറഞ്ഞ് ഏതെങ്കിലും ഓഫീസുകളിലോ എവിടെയും ചെയ്യണം. അപ്പം പെട്ടെന്ന് ആരോ അവളോട് പറഞ്ഞു, ഇവിടുത്തെ US സെനറ്റിലോ കോൺഗ്രസ്സിലോ എവിടെയെങ്കിലും നിനക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും, പൊളിറ്റിക്സ് അല്ലേ, ട്രൈ ചെയ്യാൻ പറഞ്ഞ് അവൾ അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്ത സെനറ്റ് ഓഫീസിൽ നിന്നെല്ലാം അവളെ വിളിച്ചു. എന്നിട്ട് ഇവള് ഞങ്ങളോട് പറയാതെ ഇവള് വൈറ്റ് ഹൗസിലെ ഒരു ഇന്റേൺഷിപ്പിന് വേണ്ടി അപ്ലൈ ചെയ്തു. ഞങ്ങളിതൊന്നും അറിഞ്ഞിട്ടില്ല, ഞങ്ങളോട് പറഞ്ഞിട്ടുമില്ല ഇവള്. അങ്ങനെ ഇരുന്നപ്പോൾ അവൾ പറഞ്ഞു ഐ എം വെയിറ്റിംഗ് ഫോർ ദ ബിഗ് വൺ. ഞാൻ പറഞ്ഞു വാട്ട് ഈസ് ദ ബിഗ് വൺ? അപ്പോൾ അവൾ എന്നെ പറഞ്ഞു, മമ്മി ഡാഡി ഞാൻ പ്രാർത്ഥിക്കും, നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ പ്രാർത്ഥിക്കണമെന്ന്, ഞാൻ പ്രാർത്ഥിച്ച് ഞാനൊരു ആപ്ലിക്കേഷൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതറിഞ്ഞപ്പോൾ ഞങ്ങളും പ്രാർത്ഥിച്ചു, കർത്താവേ നിന്റെ ഹിതമെങ്കിലും, കാര്യം ഞങ്ങൾക്ക് ആരും റെക്കമെൻഡ് ചെയ്യാനില്ല. ഞാൻ പറഞ്ഞു ഞാനന്നേരം അവളോട് പറഞ്ഞു, മമ്മി ജനിച്ചത് നാടുകാണി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്, വളർന്നത് മൈലപ്രായിലുമാണ്, പിന്നെ ഡാഡി തിരുവനന്തപുരത്താണ് വളർന്നത്, നമുക്കിവിടെ അമേരിക്ക മോനെ ആരുമില്ല ഒരു ഇത് ചെയ്തു തരാനൊന്നും, റെക്കമെൻഡേഷൻ ചെയ്യാനൊന്നും. അന്നേരം എന്നോട് പറഞ്ഞു, മമ്മി അല്ലേ എപ്പോഴും എന്നോട് പറയുന്നത് നമുക്ക് ജീസസ് ഉണ്ട് എല്ലാ റെക്കമെൻഡേഷനും, ആൻഡ് ഹോളി സ്പിരിറ്റ് ഈസ് വിത്ത് അസ് ഓൾ ദ ടൈം. അപ്പോൾ ഒന്നെങ്കിൽ ഹോളി സ്പിരിറ്റ് എന്നോടൊപ്പം എല്ലായിടത്തും ഉണ്ട്, കടന്നു ചെല്ലാൻ പറ്റാത്തടത്തും പ്രവർത്തിക്കത്തില്ലയോ.
അങ്ങനെയൊക്കെ ഞാൻ പറയട്ടെ, ദേവദാസ 2017 വൈറ്റ് ഹൗസ് ഇന്റേണായിട്ട് അവളെ അവർ സെലക്ട് ചെയ്തു. അതായത് 1-ാം ക്ലാസ്സിൽ അവളെ തോപ്പിക്കണമെന്ന് പറഞ്ഞ് ആ സ്ഥലത്തു നിന്ന് അവളെ ദൈവം പൊക്കി കൊണ്ടുപോയത് ആ ഇന്റേൺഷിപ്പിലോട്ടാണ്. ഞാൻ ദൈവത്തിനോ സന്നിധിയിൽ ഒത്തിരി ഒത്തിരി നന്ദിയുള്ളതാ അതിന്. കർത്താവ് എന്നെ കൊണ്ടുവന്ന വഴികൾ, എന്നെ കൊണ്ട് നടത്തിയ വിധങ്ങൾ, ഇതൊന്നും എൻ്റെ കഴിവോ മിടുക്കൊണ്ടൊന്നും അല്ല. കാര്യം എനിക്ക് കാര്യം മനസ്സിലായി, ഞാൻ എവിടെ നിന്ന് കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് മാറിയോ, ഞാൻ ആ കർത്താവിൻ്റെ സ്നേഹത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ, ആ ദൈവത്തെ അതുപോലെ സ്നേഹിപ്പാൻ കഴിഞ്ഞപ്പോൾ, ദൈവം എൻ്റെ വഴികളെ ഓരോന്ന് തുറന്നു. എനിക്ക് അത് കഴിഞ്ഞ് കഷ്ടങ്ങളോ പ്രയാസങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ലെന്നല്ല, ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മൂത്ത മകളുടെ ഡെലിവറിയോടുകൂടെ പിന്നെയും എൻ്റെ ആസ്മയുടെ പ്രയാസങ്ങൾ കടന്നു വന്നു. ഞാൻ അനേക ദിവസങ്ങൾ ദൈവസന്നിധിയിൽ അതിനുവേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ഇപ്പം ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, അപ്പോസ്തലനായ പൗലോസിനോട് പറഞ്ഞല്ലോ, എൻ്റെ കൃപ നിനക്ക് മതി. അപ്പം ഇവന് പറഞ്ഞു, നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് കുത്തേണ്ടതിന് സാത്താനെ തന്നെ നിർത്തിയിരിക്കുന്നു പറഞ്ഞതിൻ്റെ കൂട്ട് എന്നെ എപ്പോഴും ദൈവസന്നിധിയിൽ അടുപ്പിച്ചുകൊണ്ടിരിക്കാൻ ആ ഒരു പ്രയാസം ഇപ്പോഴും എന്നിലുണ്ട്. കാര്യം എനിക്കറിയാം, അതും കൂടെ എന്നിൽ നിന്ന് വിട്ടുമാറിയാൽ പിന്നെയും ചിലപ്പോൾ ഞാൻ ഇച്ചിരി കൂടെ ഒന്ന് മാറിപ്പോകും. അപ്പം ആ പ്രയാസം ഇപ്പോഴും എന്നിലുണ്ടെങ്കിലും ദൈവം എന്നെ ഓരോ ദിവസവും ശക്തി ബലം തന്ന് നടത്തുന്നുണ്ട്. ഞാൻ പറയും, ഞാൻ ഒരു ദിവസം പോലും ജോലിയിൽ സിക്ക് വിളിച്ചിരിക്കുവാനോ അല്ലെ ഒരു ചർച്ചിലോ എനിക്ക് ഇന്ന് വയ്യാന്നും പറഞ്ഞ് ചർച്ചിൽ പോകാതിരിക്കാനോ ഒന്നും ഇടവരുത്തിയിട്ടില്ല. അപ്പം അങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ മോളുടെ അത് കഴിഞ്ഞു. അവൾക്കിപ്പോൾ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലിയായി. പിന്നെ മൂത്ത മോളുടെ വിവാഹം കഴിഞ്ഞു. അങ്ങനെ ദൈവം ഞങ്ങളെ അത്ഭുതവും ഐശ്വര്യമായിട്ട് വഴി നടത്തി. അത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാസ്റ്റർ എന്നെ കോൺടാക്ട് ചെയ്യുന്നു, ടെസ്റ്റ് മണി പറയാനായിട്ട് വിളിക്കുന്നത്. അത് നമ്മളൊരു ഡേറ്റ് പറഞ്ഞെങ്കിലും അപ്പോഴാണ് അടുത്ത ഒരു മരണത്തിൻ്റെതായ വിഷയം ജീവിതത്തിലേക്ക് കടന്നു വന്നു. അടുത്ത മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് വന്നിരിക്കുക. അപ്പം സാച്ചാന് പപ്പ മരിച്ച നാട്ടിലേക്ക് പോയി. അവിടുത്തെ വീടുണ്ട്. ആ കാര്യങ്ങളൊന്ന് ടേക്ക് കെയർ ചെയ്യാനായിട്ട് അവിടോട്ട് ബ്രദേഴ്സുമായിട്ട് പോയതാ. അവിടെ ചെന്ന് ചൂടിൻ്റെതായ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം എന്നോട് പറഞ്ഞു വരണമെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞു, ഞാനെന്തിനാ വരുന്നത്, ഇത്രയും ചൂടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് ഈ വിമ്മിഷ്ടവും പനിയുടെ പ്രോബ്ലം വല്ലതും വന്നാൽ, വീസിങ്ങോ വല്ലതും വന്നാൽ അവിടെ വന്ന് ഞാൻ ഹോസ്പിറ്റലിൽ നാട്ടിലാകുന്ന എനിക്ക് താല്പര്യമില്ല, ഞാൻ വരുന്നില്ല, സാച്ചാൻ ഒറ്റയ്ക്ക് പൊക്കോളാൻ പറഞ്ഞു. ബ്രദേഴ്സ് ഉണ്ടല്ലോ, അവരെ കൂടെ ഉണ്ടല്ലോ, തന്നെ അല്ലല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ നാട്ടിൽ ചെന്നു. ചെന്നപ്പം മുതൽ പനിയും ചുമയും ഭയങ്കര പ്രയാസം. അപ്പം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ചുമയുണ്ട്. അപ്പം ഏപ്രിൽ മാസം 19-ാം തീയതി എന്നെ 17-ാം തീയതി എന്നെ വിളിച്ചിട്ട് രാത്രിയിൽ, ഇപ്പം ഇവിടെ ഉച്ച സമയമാണ്, രാത്രി 1 മണി വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റുന്നില്ല, നീ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ, എനിക്ക് ഒരു 2 മണിക്കൂർ ഒന്ന് ഉറങ്ങിയാൽ മതി, എൻ്റെ ഈ ക്ഷീണം അങ്ങ് മാറും. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ ജോലിയിൽ ഞാൻ പറയുന്നത്, സാച്ചാ പ്രാർത്ഥിക്കാം, ഒരു 2 മിനിറ്റ് എനിക്ക് താ, ഞാൻ ബ്രേക്ക് റൂമിൽ പോയിട്ട് ഞാൻ പ്രാർത്ഥിക്കാം. ഞാൻ പെട്ടെന്ന് പോയി ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ വിളിച്ചപ്പം പറഞ്ഞു, ഞാൻ ഉറങ്ങിയില്ല, എനിക്ക് ഉറങ്ങാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞു, ബ്രദറിനെ വിളിക്കും, ഇവിടുന്ന് ഡാളസിൽ നിന്നുള്ള ബ്രദർ അവിടെയുണ്ട്, പുള്ളിക്കാരൻ അടുത്ത റൂമിലുണ്ട്. ഞാൻ പറഞ്ഞു, ഒന്ന് വിളിച്ച് പറയാം, ഇതുപോലെ വയ്യ, അവർ ഉറങ്ങുമായിരിക്കത്തെ, ഒന്ന് വിളിക്ക് സാരമില്ല. അപ്പം അങ്ങനെ പറഞ്ഞ് എനിക്ക് ബ്രദറിനെപ്പോട് പറഞ്ഞ് എനിക്ക് നല്ല സുഖം തോന്നുന്നില്ല എന്ന്. അപ്പോൾ പെട്ടെന്ന് സിസ്റ്ററിലോ ബ്ലഡ് പ്രഷർ നോക്കിയപ്പോൾ ഭയങ്കര ബ്ലഡ് പ്രഷർ അങ്ങ് ഒത്തിരി ഹൈ. പെട്ടെന്ന് എന്നോട് വിളിച്ച് ചോദിച്ചു, എന്തുവാ ഇങ്ങനെ ബ്ലഡ് പ്രഷറിൻ്റെ പ്രോബ്ലം? ഞാൻ പറഞ്ഞില്ല, ബ്ലഡ് പ്രഷറിൻ്റെ പ്രോബ്ലം ഒന്നും സാധിച്ചാനില്ല, ഒരു പനി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്ത് ചെയ്യണം, രാത്രി 2 മണി സമയം. ഞാൻ പറഞ്ഞു, പിന്നെ അടുത്തെങ്ങും എല്ലാവരും ഇപ്പം പഴയ രീതിയല്ല, ഗേറ്റ് എല്ലാം ഇട്ട് എല്ലാം എയർ കണ്ടീഷൻ്റെ വീടുകളാണ്, ആരും വെളിയിലില്ല, ആരുടെയും ഫോൺ നമ്പറില്ല. എങ്ങനെയോ പെട്ടെന്ന് ഒരു റിലേറ്റീവ് പറഞ്ഞു, ഇത് വിളിച്ചാൽ മതി, ഊബർ പോലെ അവിടെ ലിഫ്റ്റിൻ്റെ ഇത് വിളിച്ചാൽ മതി, അവർ വരും. അപ്പം പെട്ടെന്നൊരു കാർ സർവീസിൽ വിളിച്ചു. അവർ ഒരു 5 മിനിറ്റ് കൊണ്ട് അവർ വന്നു. പെട്ടെന്ന് തന്നെ അവിടെ തിരുവനന്തപുരം കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവർ പറഞ്ഞു, ഒരു അറ്റാക്കാണ്, എത്രയും പെട്ടെന്ന് വേറെ എവിടോട്ടെങ്കിലും കൊണ്ടുപോകാൻ പറഞ്ഞു. എന്നോട് വിളിച്ചു പറഞ്ഞു, ജെസ്സി ഇതാണെന്ന്. പാസ്റ്ററെ ഞാൻ പറയട്ടെ, ഇവിടെ നിന്നുകൊണ്ട് ഞാൻ, കുഞ്ഞുങ്ങൾ ജോലിയില്ല, ഞാൻ തന്നെ ഇവിടെ ജോലി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ, എന്തു ചെയ്യണം? ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ആകെ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നത് കണ്ണുനീര്, നിന്മനം ഇളകാതെ നിന്മനം പതറാതെ, ആ പാട്ട് എൻ്റെ ഉള്ളിലേക്ക് വന്ന് ഞാനിവിടെ തറയില്ല നിന്നിടത്ത് മുട്ടുകുത്തി, ദൈവമേ നീ എന്നെ സഹായിക്കണേ, ഞാൻ എന്ത് ചെയ്യും, ഞാൻ എങ്ങോട്ട് പോകും, ഞാൻ എങ്ങനെ അവിടെ നാട്ടിലെത്തിച്ചേരാൻ പറ്റും, കർത്താവെ കരം കൂടെ ഇരിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പെട്ടെന്ന് ഞങ്ങളുടെ പാസ്റ്റർ അന്ന് ഇവിടെ ഇല്ല, ഔട്ട് ഓഫ് കൺട്രിയാണ്.
ദൈവദാസന് ഞാൻ മെസ്സേജ് അയച്ചു. ദൈവദാസൻ പെട്ടെന്ന് സാജാനെ വിളിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ കുഞ്ഞുങ്ങളെ ജോലി കഴിഞ്ഞ് വന്നു. വന്ന ഉടനെ തന്നെ അവര് എന്നോട് പറഞ്ഞു, മമ്മിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ, ഞങ്ങളും കൂടെ വരാം. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് മതി. ഒരിക്കലും അനുഭവിക്കാത്ത വലിയൊരു കൃപ ദൈവം എനിക്ക് തന്നു. ആ പാട്ട് നിന്മനം വിളകാതെ നിന്മനം പതറാതെ കണ്ണുനീർ താഴ്വരയുടെ ആ അനുഭവത്തിൽ കൂടെ ഞാൻ പോവുക. അപ്പം കൂരിലിൻ്റെ താഴ്വരയോട് പോലെ ഒരു അനുഭവം. ഞാൻ പ്രാർത്ഥിച്ചു, ആ പാട്ട് പാടി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന് വൈകിട്ട് പിള്ളേർ പറഞ്ഞു ടിക്കറ്റ് കിട്ടത്തില്ല മമ്മി. അത് തന്നെയല്ല, ഇന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്താലും തേഴ്സ്ഡേ മോർണിംഗിലേ മമ്മി അവിടെ ചെല്ലത്തുള്ളൂ. നാളെ അത്ഭുതം എന്ന് പറയട്ടെ, എയർ ഇന്ത്യക്ക് ടിക്കറ്റ് ഏറ്റവും വില കുറഞ്ഞ, ഒരിക്കലും വില കുറവില്ലാത്ത പോലെ എയർ ഇന്ത്യയുടെ ടിക്കറ്റ് വില കുറഞ്ഞ്. ഫ്ലൈറ്റിൽ ചെന്നപ്പോഴാണ് ഫ്ലൈറ്റ് എംറ്റി, കിടന്നുറങ്ങിപ്പോയി. ഡൽഹി വന്നിറങ്ങി, പെട്ടെന്ന് കണക്ഷന്. അവിടുന്ന് ട്രിവാൻഡ്രത്ത് വന്നു. ഷാജഹാൻ അപ്പോഴത്തേന് ഞാൻ വന്നപ്പോഴത്തേന് ഒരു സ്റ്റണ്ടൊക്കെ ഇട്ടു. അവിടെ ആയിരുന്നു. പക്ഷെ അവിടെ വന്നു, ദൈവം സഹായിച്ച് വേറെ ഒരു സ്റ്റണ്ട് കൂടെ ഉണ്ടോയെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ US കൊണ്ടുപോവുക, അവിടെ ചെന്നിട്ടുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞു. പക്ഷെ ആ സമയത്ത് ദൈവത്തിൻ്റെ ആ വലിയ കൃപയും ശക്തിയും ദൈവം എനിക്ക് തന്നു. അപ്പോഴും ഞാൻ ദൈവത്തെ സ്തുതിച്ചു. ദൈവമേ സഹായിക്കണേ, ദൈവം എന്നെ സഹായിക്കുക എന്നുള്ള വലിയൊരു ധൈര്യവും ഉറപ്പും എനിക്ക് ദൈവം തന്നു. അങ്ങനെ പോയി സാച്ചാരെയും കൊണ്ട് മടങ്ങി. ഞങ്ങൾ ഇവിടെ വന്നു. ഇവിടെ വന്നും ഒരു സ്റ്റണ്ട് കൂടെ ഒക്കെ ഇടണമായിരുന്നു, എല്ലാം ചെയ്തു. പക്ഷേ ഇവിടുത്തെ സഭ, ദൈവമക്കളെ അറിഞ്ഞവരെല്ലാം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷെ ആ ദൈവത്തോട് അടുത്ത് ജീവിക്കുമ്പോഴുണ്ടല്ലോ, എത്ര വലിയ പ്രശ്നം വന്നാലും അത് പിടിച്ചു നിൽക്കാൻ ഒരു വലിയ കൃപ ദൈവം എനിക്ക് തന്നു. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ഏകദേശം 4-5 മരണത്തിന്റെ താഴ്വരയിൽ കൂടെ ഞാൻ കടന്നുപോയി. ദൈവം അതിൽ നിന്നെല്ലാം വിടുവിച്ച് ഇത്രത്തോളം ദൈവം ആയുസ്സോടും ആരോഗ്യത്തോടും ആക്കിയിരിക്കുന്നു. ദൈവത്തിന്റെ കൃപ മാത്രമാണ്. അങ്ങനെ എൻ്റെ ഈ സാക്ഷ്യം വന്ന് ഈ അരോമ TV പറയാൻ സാധിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ അവസരം എന്നെ കേൾക്കുന്ന കേൾവിക്കാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ പെന്തക്കോസ്ത് ഭവനത്തിൽ ജനിച്ചു വളർന്നവരായിരിക്കാം, അല്ലെ വേറെ എവിടെ ജനിച്ചു വളർന്നവരായിരിക്കാം, എല്ലാവർക്കും കഷ്ടത വരും, രോഗം വരും, ദുഃഖം വരും. പക്ഷെ കർത്താവ് അറിയാതെ ഒരിക്കലും അത് വരുന്നില്ല. ഇയ്യോബിന് കഷ്ടത വന്നു. ഇയ്യോബിനെ പറ്റി പറയും, ദൈവഭക്തനായ ഒരു വ്യക്തിയായിരുന്നു ഇയ്യോബ്. ആ ഇയ്യോബിന് കഷ്ടത വന്നെങ്കിൽ പിന്നെ നമുക്ക് വരാതെ ഇരുന്നില്ലെങ്കിൽ അതിശയിക്കേണ്ടി ഉള്ളൂ. കാര്യം നമ്മൾ അതുപോലൊന്നും വിശുദ്ധരല്ല, നമ്മൾ അതുപോലൊന്നും പെർഫെക്റ്റ് അല്ല. ഇയ്യോബിനെ പോലെ നിഷ്കളങ്കനായ ഒരു വ്യക്തി ഇല്ലെന്നാ വചനം പറയുന്നത്. ഒരു നിഷ്കളങ്കനായ ഒരു വ്യക്തിയുടെ കഷ്ടത വെച്ച് നമ്മുടെ കഷ്ടതയും കൂടെ നോക്കിയാൽ ഒന്നുമില്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആരെങ്കിലും വീൽ ചെയറിലായിരിക്കുന്ന എൻ്റെ അനുഭവത്തിൽ കൂടെ പോകുന്നവരുണ്ടെങ്കിൽ, നിങ്ങളെ ദൈവം കൈവിട്ടിട്ടില്ല. ദൈവം നിങ്ങളുടെ ഞരക്കത്തിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. കർത്താവ് നിങ്ങളെ വിടുവിക്കും. അല്ല, കർത്താവിന് നിങ്ങളിൽ കൂടെ എന്തൊക്കെയോ ചെയ്തെടുക്കാനുണ്ട്. നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിലും ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും. ദൈവം ആർക്കും കടക്കാരനല്ല. ദൈവത്തിൻ്റെ സന്നിധി നമ്മളെ ഇച്ചിരി കൂടെ അടുപ്പിക്കാൻ, ആ ആദ്യ സ്നേഹത്തിലേക്ക്, കർത്താവിൻ്റെ ആ ക്രൂശിലെ രക്തത്തിൽ കൂടുതൽ ആശ്രയിപ്പാൻ ദൈവം നമുക്കെല്ലാം ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ തക്കവണ്ണം ഒരു വ്യക്തി ആഗ്രഹിക്കുക എന്ന് പറയുന്നത് അത് വളരെ അസ്വാഭാവികമായൊരു കാര്യമാണ്. കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നുണ്ട് ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ, നമ്മെ പ്രബോധിപ്പിക്കുന്നു. എന്നാൽ മനുഷ്യന് അത് പറഞ്ഞാൽ അത് എന്നൊക്കെ പറഞ്ഞങ്ങ് ഒഴിവാകത്തേ ഉള്ളൂ പലപ്പോഴും. എന്നാൽ നമ്മൾ സ്വയം ആഗ്രഹിച്ച്, നമ്മളൊരാളിനെ കണ്ടിട്ട് വേണമെങ്കിൽ പറയാം ആദ്യ സ്നേഹമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയും. പക്ഷേ കർത്താവ് ആഗ്രഹിക്കുന്ന ആ ഒരു ആദ്യ സ്നേഹത്തിലേക്ക് നമ്മൾ മടങ്ങി വരിക എന്ന് നമ്മൾ സ്വയം തീരുമാനിച്ച് മടങ്ങി വരുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടുന്ന വില അത് എത്ര വലുതാണ്. അത് നിസ്സാരമായൊരു കാര്യമല്ല. കാരണം കർത്താവിൻ്റെ സ്നേഹം നമുക്ക് തരാൻ വേണ്ടിയിട്ട് കർത്താവ് കൊടുത്ത വിലയെന്ന് പറയുന്നത് വലിയ വിലയാണ്. ലോകത്തെ മുഴുവനും വീണ്ടെടുക്കുവാൻ, അല്ലെങ്കിൽ നമ്മെ ഒരു വ്യക്തി വീണ്ടെടുക്കുവാൻ വേണ്ടി സ്വർഗത്തിൽ നിന്ന്, സ്വർഗത്തിലെ സകല മഹിമകളും വെടിഞ്ഞ് ആ ദൈവത്വം അവിടെ നിന്ന് മാറ്റി ഒരു മനുഷ്യത്വം ധരിച്ച് ഈ ഭൂമിയിലേക്ക് വന്നു. ഒന്നാമത്തെ സ്റ്റെപ്പ്, മനുഷ്യരുടെ ഇടയിൽ, നമ്മുടെ ഇടയിൽ പാർത്തു. ഏറ്റവും അധമവും ഹീനവുമായ ശിക്ഷ ഏറ്റെടുത്ത് ക്രൂശിൽ മരിച്ചു. കർത്താവിൻ്റെ ജനനം
നമുക്കറിയാം, വളരെ ദയനീയമായ ഒരു സാഹചര്യത്തിൽ ജീവിതം, ബാല്യകാലം, അങ്ങോട്ട് ഉള്ള ആ ഓരോ ജീവിതത്തിലെ അനുഭവങ്ങൾ, മിനിസ്ട്രിക്ക് ഇറങ്ങിയപ്പോൾ കർത്താവ് അഭിമുഖീകരിച്ച തിക്താനുഭവങ്ങൾ ഒത്തിരി വലുത്. ഇതെല്ലാം വെളിപ്പെടുത്തുന്നത് ആ ദൈവത്തിൻ്റെ സ്നേഹം അതിലൂടെ മാനവരാശിക്ക് വെളിപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. ആ സ്നേഹം നാം തിരിച്ചറിയുമ്പോഴാണ് കർത്താവ് നമുക്ക് തന്ന ആ സ്നേഹത്തിലേക്ക് നാം മടങ്ങി വരേണ്ടുന്നതിൻ്റെ ആവശ്യകത. മരിക്കാൻ കിടക്കുന്ന ഒരു വ്യക്തിക്ക് ആവശ്യമായിരിക്കുന്ന രക്തം ഒരു വ്യക്തി കൊടുക്കുമ്പോൾ ആ വ്യക്തിയോട് നമുക്ക് സ്വാഭാവികമായിട്ടൊരു സ്നേഹം ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ തകർന്നു പോകുമ്പോൾ നമ്മെ കൈത്താങ്ങുന്ന, നമ്മെ വിടുവിക്കുന്ന, നമ്മെ രക്ഷിക്കുന്ന ഒരു വ്യക്തിയോട് നമുക്ക് സ്വാഭാവികമായിട്ട് സ്നേഹം ഉണ്ടാകും. പക്ഷേ അതിൽ നിന്നൊക്കെ അതെല്ലാം താൽക്കാലികം, ഒരു സമയം കഴിയുമ്പോൾ അത് ചിലപ്പോൾ മറന്നുപോയേക്കാം. എന്നാൽ നമുക്ക് നിത്യ നരകത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് നമ്മെ നടത്തിയ ആ നിത്യനായ ദൈവത്തിൻ്റെ ആ സ്നേഹം നമ്മിൽ, ആദ്യ സ്നേഹം, അതാണ് ആദ്യ സ്നേഹം. അതിലേക്ക് നാം മടങ്ങി വരിക എന്നുള്ളത് ദൈവവചനം എന്നും ഓരോ വ്യക്തിയെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യമാണ്. അത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അത് പ്രാക്ടിക്കലി കൊണ്ടുവരിക, എപ്പോഴും അത് പറയുക, ആദ്യ സ്നേഹത്തിലേക്ക് വരുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് മിറക്കിൾ എന്നല്ലാതൊന്നും പറയാൻ പറ്റില്ല. കർത്താവിൻ്റെ ദാസിപ്രിയ ജെസ്സി ആൻ്റിയുടെ ജീവിതത്തിൽ ദൈവം അങ്ങനെ ഒരു അനുഭവം തന്നു. പക്ഷേ അതിനുവേണ്ടി വളരെ വലിയ വില കൊടുക്കേണ്ടി വന്നു. പക്ഷേ ആ വിലയൊന്നും നഷ്ടമല്ല, അതെല്ലാം ലാഭമായി തീർന്നിരിക്കുന്നു. എല്ലാ അർത്ഥത്തിലും, ആത്മീയമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും മറ്റെല്ലാ തലത്തിലും ആ കൊടുത്ത വില ജീവിതത്തിൽ ഇന്ന് സന്തോഷകരമായി, സമാധാനകരമായി, ഒരു പക്ഷെങ്കിൽ ലാഭകരമായ ഒരു അനുഭവം. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു സംഗതിയാണ്, യോബിൻ്റെ ജീവിതത്തിൽ അഭിമുഖീകരിച്ച, കടന്നുപോയ ആ അനുഭവങ്ങൾ. യോബ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വില കൊടുക്കുകയായിരുന്നു. അതുകൊണ്ട് കൊടുത്ത വിലയുടെ ഇരട്ടി ലാഭം പിന്നത്തേതിൽ യോബിൻ്റെ ജീവിതത്തിൽ ലഭിക്കുവാനിടയായി തോന്നുന്നു. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമായിട്ടില്ല, ദൈവത്തിന് സകലവും സാധ്യമാണെന്ന് 42-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ ജീവിതത്തിൽ സ്തോത്രം, തികച്ചും നാം തിരിച്ചറിയേണ്ടുന്ന ഒരു സത്യമാണ്, കർത്താവ് നമുക്ക് തന്ന ആ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ, ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. ചിലപ്പോൾ നമ്മളങ്ങ് അങ്ങ് ദൈവം ചില സൗഖ്യവും അത്ഭുത വിടുതലും ചിലപ്പോൾ സാമ്പത്തിക നന്മകളും ചില കാര്യങ്ങൾക്ക് ക്രമീകരണങ്ങളും ഒക്കെ തന്നു കഴിയുമ്പോഴത്തേക്ക് കർത്താവാണ് തന്നത്, കർത്താവിൻ്റെ സ്നേഹത്താലാണ് എനിക്കിതൊക്കെ ലഭിച്ചത്, എൻ്റെ ജീവിതം ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നതെന്നൊക്കെ ഒരു പക്ഷെങ്കിൽ നമ്മൾ മറന്ന് അങ്ങ് ലോകത്തിലേക്കും ജീവിതത്തിലേക്കും നമ്മളങ്ങ് പോകും. പക്ഷേ കർത്താവ് നമ്മളെ ഇങ്ങനെ നോക്കിയിരിക്കുക, എപ്പോൾ നാം മടങ്ങി വരും, എപ്പോൾ നാം മടങ്ങി വരും. ആ പ്രൊഡിഗൽ സണ്ണിനെ പോലെ, ആ മുടിയൻ പുത്രൻ നമ്മൾ ഓമന പേരിട്ട് വിളിക്കുന്ന ആ ഇളയ മകൻ, ആ പോയ സമയം മുതൽ ആ പിതാവ് നോക്കിയിരിക്കുക ആ മകൻ്റെ മടങ്ങി വരവിന് വേണ്ടി, നമ്മുടെ ഓരോരുത്തരുടെയും മടങ്ങി വരവിന് വേണ്ടി. സ്വർഗത്തിലെ ദൈവം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പ്രതീക്ഷയോട് നോക്കിയിരിക്കുക. 10 കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി. ആരെങ്കിലും തിരിച്ചു വരുന്നോ എന്ന്? 9 പേരും വന്നില്ല, ഒരാൾ മാത്രമേ തിരിച്ചു വന്നുള്ളൂ. ഒരേ ഒരാൾ തിരിച്ചു വന്നു. അങ്ങനെ തിരിച്ചു വരുന്ന ആരുണ്ട് എന്ന് കർത്താവ് ഇന്നും നോക്കിക്കൊണ്ടിരിക്കുന്നു. പ്രിയ ജെസ്സി ആൻ്റി ജീവിതത്തിൽ ആ ഒരു ചിന്ത ഹൃദയത്തിൽ എപ്പോഴും കാത്തു സൂക്ഷിച്ചു. അത് പറഞ്ഞുകൊണ്ടേയിരുന്നു. വൈദ്യശാസ്ത്രം വിധി എഴുതി പല കാര്യങ്ങളും, ഇനി അസാധ്യം, നോ. പക്ഷെ ദൈവത്തിന് സകല കാര്യവും സാധ്യം. ദൈവത്തിന് അസാധ്യമായിട്ട് ഒരു കാര്യവുമില്ല. ആമേൻ. ആ ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ട്, ദൈവത്തിൻ്റെ കരം ആമേനെ മുറുകെ പിടിച്ചിരുന്നത് കൊണ്ട് ദൈവം കൈവിട്ടില്ല, ഇന്നും കൂടെ ഇരിക്കുന്നു. അതുകൊണ്ട് കൂരിലിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. കൂരിലിൻ്റെ അനുഭവങ്ങൾ ദാവീദ് കടന്നുപോയി. പക്ഷേ ഭയാനകമായ ആ യാത്രയിലും ദാവീദിനൊരു ഉറപ്പുണ്ടായിരുന്നു, കർത്താവിൻ്റെ കരത്തിൽ പിടിച്ചിരിക്കുന്നു, കർത്താവിൻ്റെ കരത്തിൽ പിടിച്ചിരിക്കുന്നു. അതുകൊണ്ട്
ദാവീദ് പറയുക, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ അനർത്ഥം ഭയപ്പെടുകയില്ല. അനർത്ഥങ്ങൾ പതിയിരിക്കുന്ന മരണകരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും ഭയപ്പെടാതെ ഒരു ദൈവം ഇതിൽ മുന്നോട്ട് പോകാൻ നമ്മെ സഹായിക്കുന്നത് നമ്മുടെ കർത്താവുമായിട്ടുള്ളതായ ആ ഒരു കമ്മിറ്റ്മെൻ്റാണ്. നമുക്ക് ഈ സാക്ഷ്യം ഒരുപാട് പേരെ ജീവിപ്പിക്കുവാൻ, പ്രബോധിപ്പിക്കുവാൻ, ഉത്സാഹിപ്പിക്കുവാൻ, കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ പര്യാപ്തമായി തീരും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. തീർച്ചയായിട്ടും കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കേൾവിക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഒന്ന് വിലയിരുത്തുവാൻ, സ്വയം പരിശോധനയ്ക്കായിട്ട് ഒരു നിമിഷം നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, കർത്താവിൻ്റെ സ്നേഹത്തേക്കാൾ വലുത് എന്താണ് നമ്മുടെ ജീവിതത്തിലുള്ളത്? ആമേൻ. കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ വലുതായിട്ട് എന്താണ് ഈ ലോകത്തുള്ളത്? അതുകൊണ്ട് കർത്താവിലേക്ക് നമുക്ക് മടങ്ങി വരാം. ആ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാം. കർത്താവിൻ്റെ കരം ആമേൻ നമ്മോട് ചേർത്ത് പിടിക്കുന്ന ആമേൻ ആ ഒരു അനുഭവം നമുക്ക് വിശ്വാസ കണ്ണുകളാൽ കാണാം. ഒന്നിന് പുറകെ ഒന്ന് ആമേനെ വീഴ്ച, ആമേനെ വാഹനാപകടം, ആമേനെ വലിവിൻ്റെ രോഗം, ആമേൻ ഡെലിവറി സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾ, ഒട്ടനവധി വിഷയങ്ങളെക്കുറിച്ച് ഒരു മനുഷ്യന് സഹിക്കാവുന്നതിനപ്പുറമായിട്ടുള്ള പ്രതിസന്ധികളിലൂടെ വാത്സല്യ കർത്താവിൻ്റെ ദാസി കടന്നു പോകാനിടയായി തീർന്നു. ഞങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു പക്ഷങ്ങൾ നിങ്ങൾ കടന്നു പോകുന്ന ആമേൻ അസ്വാഭാവികമായ വിഷയങ്ങളുടെ മധ്യത്തിൽ ഒരു പക്ഷങ്ങൾ ചിന്തിക്കും, എനിക്ക് മാത്രം എന്തുകൊണ്ട് ഒന്ന് ചിന്തിക്കൂ. കർത്താവ് നിങ്ങളെ രക്ഷിപ്പാൻ മതിയായവനാണ്. നിങ്ങളെ സൗഖ്യമാക്കുവാൻ, നിങ്ങളെ സ്നേഹിപ്പാൻ, നിങ്ങളെ പൂർണ്ണമായി രക്ഷിപ്പാൻ വിശ്വസ്തനാണ്. നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസി അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ആമേൻ ഒരു നിമിഷം പ്രാർത്ഥിക്കും. എല്ലാ പ്രിയപ്പെട്ടവരും കണ്ണുകളെ അടച്ചാട്ടെ. ആമേൻ നിങ്ങളായിരിക്കുന്ന ഇടത്ത്, നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ നടുവിൽ, നിങ്ങളുടെ വിഷയത്തിൻ്റെ നടുവിൽ ആമേനെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, ആത്മഭാരത്തോടെ, ആത്മാർത്ഥമായി. കർത്താവെ, ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു. സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസി പ്രാർത്ഥിക്കും. സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി അടിയങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, നിന്നെ വാഴ്ത്തുന്നു. കർത്താവ് ഞങ്ങളെ സ്നേഹിച്ച ദൈവ സ്നേഹത്തിനായി നന്ദി പറയുന്നപ്പ. കാൽവറി ക്രൂശിൽ അവസാനത്തുള്ളി രക്തം തന്ന് ഞങ്ങളെ സ്നേഹിച്ച ആ വലിയ സ്നേഹം, ഇത്ര വലിയ രക്ഷയും പദവിയും ഞങ്ങളുടെ ജീവിതത്തിൽ തന്നതിനാല് സ്തോത്രം. കർത്താവേ, ദൈവമേ, അടിയങ്ങളുടെ ഈ സാക്ഷ്യം കേൾക്കുന്ന നിന്റെ മക്കൾ കടന്നു പോകുന്ന പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കഷ്ടതകൾ കർത്താവ് കാണുന്നു. കർത്താവ് അവരെ സ്നേഹിക്കുന്നുള്ള വലിയ ദൃഢനിശ്ചയം അവരുടെ ഹൃദയങ്ങളിലേക്ക് പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയന്റെ ഈ സാക്ഷ്യ നിമിത്തം ചില ജീവിതങ്ങൾ രൂപാന്തരപ്പെടുവാൻ, ചില ജീവിതങ്ങൾ ക്രിസ്തുവിലേക്ക് മടങ്ങി വരുവാൻ ഈ സാക്ഷ്യം കർത്താവ് സഹായിക്കണമേ എന്ന് അടിയൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ ദൈവദാസനെയും കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസന്റെ ശുശ്രൂഷകളെ അനുഗ്രഹിക്കണമേ, മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെയും കുടുംബമായിട്ട് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൊണ്ടുവന്ന വഴികൾക്കായി, വിധങ്ങൾക്കായി നന്ദി പറയുന്നപ്പ. എൻ്റെ കർത്താവിന് നന്ദി പറയാനല്ലാതെ ഈ ഭൂമിയിൽ അടിയങ്ങൾക്കൊന്നുമില്ല. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ദൈവമേ, ഇന്നലെക്കാളും നിന്റെ കർത്താവിൻ്റെ വരവേറ്റവും അടുത്തിരിക്കുകയാൽ എൻ്റെ കർത്താവിന് വേണ്ടി ഒരുങ്ങി ഓരോ ദിവസവും ഓരോ നിമിഷവും ജീവിപ്പാൻ അടിയങ്ങൾക്കെല്ലാം കൃപ തരണമേ, ബുദ്ധി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകളും യാചനകളും കേട്ടതിനാല സ്തോത്രം. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. വളരെ നന്ദി കർത്താവിൻ്റെ ദാസി പ്രിയ ജെസി ആൻറ്റി. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കാൻ സമയം വേർതിരിച്ചതിന് കർത്താവിൻ്റെ ദാസിയുടെ കുടുംബത്തോളതായ നന്ദി, സ്നേഹം അറിയിക്കുന്നു. ദയമായി കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിനോട് ഏറെ ഓടുവാൻ, അധ്വാനിക്കുവാൻ കർത്താവ് ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരുള്ളതായ നന്ദി, സ്നേഹവും ഞങ്ങൾ അറിയിക്കുന്നു. ഈ സാക്ഷ്യം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേൾക്കട്ടെ, അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാനിടയായിത്തീരും. മാത്രമല്ല, നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ മെസ്സേജ് ചെയ്ത് അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ
മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com